അകലെ മദീന മണ്ണൊന്ന് കാണാൻ ആരും കൊതിക്കുന്ന നാടൊന്ന് കാണാൻ. അകലെ മദീന മണ്ണൊന്ന് കാണാൻ ആരും കൊതിക്കുന്ന നാടൊന്ന് കാണാൻ. അഹദായ നാദാ വിധികിടന്നിൽ അതിയായൊരാശകളുണ്ടെൻ്റെ കൽബിൽ. നീട്ടും കരങ്ങൾ മടക്കല്ല് കോനേ. അകലെ മദീന മണ്ണൊന്ന് കാണാൻ ആരും കൊതിക്കുന്ന നാടൊന്ന് കാണാൻ. എല്ലാം അറിയുന്ന രാജാതിരാജ ഏഴാകാശം ഭരിക്കും നീ ഹോജ. എല്ലാം അറിയുന്ന രാജാതിരാജ ഏഴാകാശം ഭരിക്കും നീ ഹോജ. ഉഹുദെന്ന മല കണ്ടിടാനെന്തൊരാശ ഉണ്ടെൻ്റെ കൽബില്ലടങ്ങാത്തൊരാശ. ഉഹുദെന്ന മല കണ്ടിടാനെന്തൊരാശ ഉണ്ടെൻ്റെ കൽബില്ലടങ്ങാത്തൊരാശ. ഉലകം ചലിപ്പിക്കും അഹദായ നാദ. ഉലകം ചലിപ്പിക്കും അഹദായ നാദ. അകലെ മദീന മണ്ണൊന്ന് കാണാൻ ആരും കൊതിക്കുന്ന നാടൊന്ന് കാണാൻ. പുണ്യ റസൂലന്തിയുറങ്ങുന്ന റൗള കണ്ണിൽ തെളിയുന്നു ആ പുണ്യ റൗള. പുണ്യ റസൂലന്തിയുറങ്ങുന്ന റൗള കണ്ണിൽ തെളിയുന്നു ആ പുണ്യ റൗള. ലോകം കൊതിക്കുന്നു കാണാൻ റൗള. കാത്തിട്ടിരിപ്പോ ഞാനെന്നും റൗള. ലോകം കൊതിക്കുന്നു കാണാൻ റൗള. കാത്തിട്ടിരിപ്പോ ഞാനെന്നും റൗള. റബ്ബേ റഹീമേ നീ കാട്ടുന്ന റൗള. റബ്ബേ റഹീമേ നീ കാട്ടുന്ന റൗള. അകലെ മദീന മണ്ണൊന്ന് കാണാൻ ആരും കൊതിക്കുന്ന നാടൊന്ന് കാണാൻ. ബഹുവന്ദരായ ഈ സദസ്സിന്റെ കാർമ്മികത്വം വഹിക്കുന്ന സുഹൃത്ത് ബാദുഷാ കവി, മഹത്തായ ഈ അനുരാഗ വിരുന്നിന് അതിമനോഹരമായി ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിസാമുദ്ദീൻ, മറ്റു പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ, വാത്സല്യനിധികളായ കൊച്ചനുജന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ സമ്പൂർണ്ണ ജിഹ്വയാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ SYS-ന്റെയും SSF-ന്റെയും SBS-ന്റെയും പ്രവർത്തകർ, ഏവർക്കും ഒരാവർത്തി കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണക്കടലായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം സമ്പൂർണമായും സ്വീകരിക്കുമാറാകട്ടെ.
ഇന്ന് ഈ നിമിഷം വരെ നമ്മിൽ നിന്നും സംഭവിച്ചു പോയ സർവ്വദോഷങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ബാക്കിയുള്ള ശിഷ്ടകാലം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി ജീവിച്ച് അവന്റെ ഇഷ്ടദാസന്മാർ എപ്രകാരമാണോ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് അപ്രകാരം സുന്ദരമായ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വിട പറയുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ അഭ്യുതകാംക്ഷികൾ, നമ്മുടെ ഗുണകാംക്ഷികൾ, നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, വിജ്ഞാനത്തിന്റെ വഴിയിൽ സഹായിച്ചവർ, പ്രഭാഷണ മേഖലകളിൽ സഹകരിക്കുന്നവർ, ഇതുപോലെ സദസ്സുകളിൽ വേദിയിൽ ഉപവിഷ്ടരാകുന്നവർ, നാം ആരോടൊക്കെ പ്രാർത്ഥന കൊണ്ട് കടമപ്പെട്ടിട്ടുണ്ടോ മുഴുവൻ ആളുകളെയും അല്ലാഹു പറയപ്പെട്ട ഭാഗ്യത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഈ നാടിന്റെ ആത്മീയ ചൈതന്യവും പ്രണയത്തിന്റെ പിടിവള്ളിയുമായി അൽഹംദുലില്ലാഹ് ഒരു കൂട്ടം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ആത്മാർത്ഥമായി മുന്നിട്ടിറങ്ങിയതുകൊണ്ട് പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന അല്ലാഹുവിന്റെ അനന്തകോടി അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ റബീഉൽ അവ്വലിൽ ഈ പ്രണയ വസന്തത്തെ ഏറ്റെടുക്കാൻ അല്ലാഹു നൽകിയ അതിമഹത്തായ മനോഹരമായ ഒരു വേദിയാണ് നമ്മുടെ വേദി. ഈ നാട്ടുകാർക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാം, സന്തോഷിക്കാം, അല്ലാഹുവിനെ സ്തുതിക്കാം. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മുഴുവൻ സാഹചര്യങ്ങളും അല്ലാഹു ഈ പ്രവർത്തകർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വസയ്യിദുൽ ആലം വസയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സിനോടിനി സ്വലാത്ത് ഉറച്ച് ആവേശത്തിലും അനുരാഗത്തിന്റെ അലമാലകൾ അന്തരാളത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പ്രണയത്തിന്റെ പ്രകടനം പോലെ പ്രവാചക പുങ്കവരുടെ പരിമളമൂറുന്ന പരിശുദ്ധമായ അനന്തകോടി അനുരാഗത്തിന്റെ അശ്രുക്കൾ വീണ് അനുഗ്രഹീതമായി കിടക്കുന്ന പുണ്യമായ മദീനയിലേക്ക് നമ്മുടെ നാവിൻ തുമ്പിൽ നിന്നും ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഉറച്ച് സ്വലാത്ത് ചെല്ലണമെന്ന് കൂടുതൽ പറഞ്ഞ് പ്രേരിപ്പിക്കേണ്ടത് ഒരിക്കലും അതൊരു ഭൂഷണമല്ല എന്ന് ഞാൻ വേദനയോടെ പറയുക. ഏറ്റവും കൂടുതൽ ആവേശമുണ്ടാകേണ്ടത് പ്രവാചകന്റെ വിഷയത്തിലാണ്. ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും അതിന്റെ ധാരാളം കടമ്പകളുമുള്ളത് പ്രവാചകന്റെ വിഷയത്തിലാണ്. നാം അല്ലാഹുവിന്റെ ഭൂമിയിൽ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യമില്ല എന്നതിൽ ഉപരി മറ്റു പല വിഷയങ്ങളും മറ്റു പല ഉസ്താദുമാരും പരാമർശിച്ചു പോയി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എങ്കിലും ഏത് വിഷയമായിരുന്നാലും ഏത് സദസ്സായിരുന്നാലും ഈ വിനീതന്റെ ഇന്നലത്തെ മദ്ഹുർ റസൂൽ പ്രഭാഷണം കാസർഗോഡ് ബന്ദിയോട് ആ സദസ്സിലും സാധാരണ എല്ലാ അനുരാഗത്തിന്റെ സദസ്സിലും ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ സ്വലാത്തിന്റെ വിഷയം ഗൗരവത്തോടെ എടുക്കാൻ എന്റെ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്താതിരിക്കാൻ വയ്യ. സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണ്. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? ഓക്കെ അല്ലേ? നിങ്ങളോടാണ്. ഓക്കെ അല്ലേ? സൗണ്ട് കൂട്ടണോ? വേണ്ട. കുറയ്ക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ തലയാട്ടി ഞാൻ കുടുങ്ങിയില്ലേ? അത് കൂട്ടണം ചോദിച്ചത്. ഞാൻ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടിയിട്ട് ഒന്നും കൂടെ ചോദിക്കും. തിരിയുന്നു. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. പൂർവോപരി ഭംഗിയായി അൽഹംദുലില്ലാഹ് മെച്ചപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ അൽഹംദുലില്ലാഹ് ഈ ചെയറുകൾ ഇവിടെ കാലിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുറത്ത് ആളുകൾ നിൽക്കുന്നത് ഈ ചെയറുകൾ ഇസ്രാഫിന്റെ പട്ടികയിൽ പെടുന്നതിന് കാരണമാകും. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നിടത്ത് ഇരിക്കാൻ മനസ്സില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ഈ സദസ്സിനെ മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു
ഓർമ്മപ്പെടുത്തുന്നത് പോലെ പ്രവാചകന്റെ പ്രണയം സ്മരിക്കുന്ന, പ്രവാചകന്റെ പ്രണയം സ്പന്ദിക്കുന്ന ഈ സദസ്സിൽ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുകയാണ്, ശ്രദ്ധിക്കുകയാണ്, സന്തോഷത്താൽ പുഞ്ചിരി തൂകുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പരിസരത്തുള്ള മുഴുവൻ ആളുകളും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതാരെയും ജയിപ്പിക്കാനുള്ള പരിപാടിയല്ല. അങ്ങനെ ഇത് SSFന്റെ പരിപാടി തന്നെയാണ്. 100%, 110% ഉറപ്പാണ്. അതിലും ആർക്കൊരു സംശയം. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇത് ആരെയും ജയിപ്പിക്കാനുള്ള പരിപാടിയല്ല, ആരെയും തോൽപ്പിക്കാനുള്ള പരിപാടിയല്ല. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പല ആളുകളും അപ്രതീക്ഷിതമായിട്ട് ജയിക്കുകയും അപ്രതീക്ഷിതമായി പരാജയപ്പെടുകയൊക്കെ ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അപജയങ്ങളെ കുറിച്ച് ഒരു അവലോകനം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു സദസ്സല്ല. ഇത് അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രണയതീരത്തേക്ക് അതിലയിക്കാൻ അള്ളാഹു തന്ന അതിമഹത്തായ ഒരു അനുരാഗ സദസ്സാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു വിധാനത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഹബീബിന്റെ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസത്തെ പ്രമേയം അതായിരുന്നു. എങ്കിലും ഈ വിഷയം ഇതായതുകൊണ്ട് കൂടുതൽ ഉത്സാഹത്തോടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ പ്രകടമായ അടയാളം ആ സ്വലാത്തിലൂടെ പരിസരം മറന്ന് ആവേശത്തിൽ അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഒരു പ്രേരണ, ഒരു ഉൾപ്രേരണയ്ക്ക് വേണ്ടി ഒരു പോയിന്റ് മാത്രം ഞാൻ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒരുപാട് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പരലോകത്തിൽ പല വിഷയങ്ങളെ കുറിച്ചും പടച്ച തമ്പുരാൻ ചോദിക്കുമ്പോ ആദ്യമായി അള്ളാഹു ചോദിക്കുന്നത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരമാണ്. അങ്ങനെ നമ്മൾ ഒട്ടനവധി ആയിരക്കണക്കിന് റക്അത്തുകൾ, ആയിരക്കണക്കിന് വഖ്തുകൾ നമസ്കരിച്ച ആളുകളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒട്ടനവധി നിസ്കാരങ്ങളുടെ പട്ടിക നാം സ്വായത്തമാക്കി മുന്നോട്ട് പോകുമ്പോ പടച്ച തമ്പുരാന് വേണ്ടി പകലന്തിയോളം പട്ടിണി കിടന്ന് അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പട്ടിണിയും പരിവട്ടവുമായി എല്ലാ ത്യാഗങ്ങളും ചെയ്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുവിന്റെ പ്രീതിക്ക് പാത്രമാകാൻ പണിയെടുത്തവരാ നമ്മൾ, നോമ്പെടുത്തവർ. മരണം പോലും മുന്നിൽ കണ്ടുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തെ വലയം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പലരും പോയ ആളുകളാണ്. പല ആരാധനകളിലൂടെയും കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ഭൂമിയുടെ പുറംതൊലിയിൽ പല കർമ്മ മണ്ഡലങ്ങളിലും സജീവമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലാ യദ്രി അഹദുൻ അഖ്ബലത് അംറുദത്, ജീവിതത്തിൽ നിസ്കരിച്ച നിർവഹിച്ച ഏതെങ്കിലും ഒരു റക്അത്ത് നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുന്ന ഒരു ഉമ്മ പറ്റ മകനും അള്ളാഹുവിന്റെ ഭൂമിയിലില്ല. പറയാൻ പറ്റുമോ? എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയണം. പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരല്പസമയത്തെ നോമ്പ് അള്ളാഹു അംഗീകരിച്ചു എന്ന് പറയാനുള്ള ആത്മീയ ഊർജമുള്ള ആരും നമ്മുടെ ഇടയിലില്ല. അള്ളാഹുവിന്റെ ഭൂമിയിൽ 100% സ്വീകാര്യത ഉറപ്പുള്ള ഒരേ ഒരു അമലുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, അതിന് സ്വീകാര്യത ഉറപ്പാണ്. ആ സ്വലാത്ത് ചെല്ലുന്ന ആളിന്റെ പ്രൊണൗൺസിയേഷൻ, അയാളുടെ ഉച്ചാരണ ഭാവം അല്ലാഹു നോക്കുന്നില്ല. ആ സ്വലാത്ത് ചൊല്ലിയ ആൾ ഇഖ്ലാസോടെയാണോ ചൊല്ലിയിട്ടുള്ളത്, അല്ലാഹു അത് നോക്കുന്നില്ല. ചൊല്ലിയ ആളിന്റെ മതം പോലും നോക്കാതെ, ആദർശം പോലും നോക്കാതെ, മുസ്ലിമാണോ അല്ലേ എന്ന് പോലും നോക്കാതെ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കർമ്മത്തിന് പരലോകത്തിൽ പ്രതിഫലനമുണ്ട് എങ്കിൽ അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മാത്രമാണ്. അങ്ങനെ ഉണ്ടാവും.
അമുസ്ലിം ആളുകൾ സ്വലാത്ത് ചൊല്ലിയാൽ കൂലി ഉണ്ടാവും. കൂലി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവർക്ക് പൂർണ്ണമായ രക്ഷയല്ല പരലോകത്തിൽ. പക്ഷേ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശിക്ഷകൾ ലഘൂകരിച്ചു കൊടുക്കുന്നതിന് കാരണമാകുമെന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് 100% ഉറപ്പുള്ള ഒരു അമലിലാണ് നമ്മളുള്ളത്. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അനുരാഗത്തിന്റെ അംശം അന്തരാളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ അനുരാഗികളും ആവേശത്തോടെ സ്വലാത്തിന്റെ അലമാലകൾ ഈ മണപ്പള്ളിയുടെ ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാക്കി മാറ്റിയിട്ട് നാളത്തെ അള്ളാഹുവിന്റെ പരലോകത്തിൽ അൽ യൗമ നഖ്തിമു അലാ ഫവാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. എല്ലാം നിശ്ചലമായി നാവുകളെ അല്ലാഹു സീലി വെച്ച് കരങ്ങളെ സംസാരിപ്പിച്ച് കാലുകൾ സാക്ഷിയായി നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും പരലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വല്ലാത്ത ഭീകരമായ ഒരു സന്ദർഭത്തിൽ ഈ മണൽത്തരികൾ നമ്മുടെ പരിസരത്ത് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയവനായവൻ, അള്ളാഹിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയവളായവൾ എന്ന് അള്ളാഹു പരലോകത്തിൽ ഈ മണൽത്തരികളെ സാക്ഷിയായി വിളിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അനുരാഗത്തിന്റെ അടിത്തട്ടിൽ നിന്നും പരിശുദ്ധമായ മദീനയെ ലക്ഷ്യമാക്കി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകനെ കുറിച്ച് ലോകം മുഴുവനും പ്രണയമിരമ്പുന്ന പ്രഭാഷണങ്ങളും അതുപോലെ ഒരുപാട് കാവ്യ തല്ലജങ്ങളെ കോർത്തിണക്കി മുന്നോട്ട് പോകുന്ന അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് അത്ഭുതം തീർക്കുന്ന ഒരുപാട് സുന്ദരമായ പ്രകീർത്തന സദസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുണ്യ റബീഉൽ അവ്വൽ സമാഗതമാകുമ്പോൾ അവന് കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് പോകാതിരിക്കാൻ സാധ്യമല്ല. കാരണം അവന്റെ ഹൃദയത്തിന്റെ തണുപ്പും തണലും എല്ലാം സയ്യിദുനാ വ സയ്യിദുൽ ആലം വ സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗാവേശമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെ പ്രവാചകനെ കുറിച്ച് പ്രണയം പറയാൻ കോടിക്കണക്കിന് സ്റ്റേജുകളും പേജുകളും മാറ്റിവെച്ചാലും ഒരിക്കലും ആ പ്രണയത്തിന്റെ പ്രതിഭാസത്തെ പറഞ്ഞ് പൂർത്തിയാക്കാൻ ഒരൊറ്റ നാവുകൾക്കും കഴിയില്ല. അതിനു പറ്റിയ ഒറ്റ തൂലികയുമില്ല. എന്തുകൊണ്ടെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പടപ്പിനെയും പടയ്ക്കുന്നതിന്റെ പിന്നിൽ കാരണക്കാരനാക്കിയിട്ടുള്ള വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിൽ ത്തിന്റെ ഇതിഹാസം തീർത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പ്രോജ്വല വ്യക്തിത്വത്തിന്റെ പ്രഭാവമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുരാഗത്താൽ അതിലയിച്ച് ഹബീബായ പ്രവാചകനോട് ഇഷ്ടം പങ്കിട്ട് ആ ഇഷ്ടത്തിന്റെ വലയത്തിൽ പ്രണയാവലയത്തിൽ മുന്നോട്ട് പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ പ്രവാചകന്റെ പുഞ്ചിരിക്കുന്ന ചിത്രം കണ്ട് സ്വർഗം കണ്ട് മരണപ്പെട്ട് ആ ഖബറിലേക്ക് അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ എന്ന് പറയുന്ന പരലോകത്തിലേക്കുള്ള പടവുകളിൽ ഒന്നാമത്തെ ഘട്ടമാകുന്ന ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിത്രം കാണിക്കുമ്പോ ഇതെന്റെ ഹബീബ, ഇതെന്റെ ഹൃദയത്തിന്റെ താളവും രാഗവും ലയവുമാണ് എന്ന് ആത്മാർത്ഥമായി മലക്കുകളോട് പ്രണയത്തിന്റെ പ്രതികരണം രേഖപ്പെടുത്തി പരലോകത്തിൽ കടന്നു ചെന്ന് ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് അതിവിശിഷ്ടമായ സുന്ദരമായ അവർണ്ണനീയമായ അവാജ്യമായ ആ കൗസർ വാങ്ങിക്കുടിച്ച് പ്രവാചകന്റെ ചാരത്ത് സ്വർഗത്തിൽ മേളിക്കുന്നതിന് അല്ലാഹ് ഈ സദസ്സ് നീ കാരണമാക്കണേ റബ്ബേ, ഈ സദസ്സ് നീ കാരണമാക്കണേ അല്ലാഹ്, ഇവിടെ പറയുന്ന കാര്യങ്ങൾ നീ കാരണമാക്കണേ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, കടന്നു പോകാം പ്രവാചകന്റെ അത്ഭുത തീരത്തേക്ക്. പ്രണയ തീരത്തുകൂടി സഞ്ചരിച്ച സ്വഹാബികൾ, പ്രണയ തീരത്തുകൂടി സഞ്ചരിച്ച സ്വഹാബികൾ. നിങ്ങൾ ആലോചിക്കണം, പ്രപഞ്ചത്തിൽ പ്രവാചകൻ എന്നൊരു വ്യക്തി മാത്രമല്ല പ്രശസ്തിയുടെ പടവുകൾ കടന്നുപോയിട്ടുള്ളത്. ലോകത്തിൽ ഒരുപാട് ആത്മീയ നേതൃത്വങ്ങൾ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് ആചാര്യന്മാർ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് അപ്പോസ്തല വൃന്ദന്മാർ കടന്നുപോയിട്ടുണ്ട്. അവരുടെ പരിസരത്തുകൂടിയെല്ലാം 10,000-കണക്കിന് അനുയായികൾ നിഴല് പോലെ സഞ്ചരിച്ച ചരിത്രങ്ങളും ഛായാചിത്രങ്ങളും ഭൂമിയിലുണ്ട്. പക്ഷേ
അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രണയ തീരത്തുകൂടി കടന്നുപോയ അവിടുത്തെ അനുചര വൃന്ദത്തിന്റെ എല്ലാ സമർപ്പണ മനോഭാവത്തിന്റെ ഏതെങ്കിലും 4 അയലത്തെത്തുന്ന ഏതെങ്കിലും അനുയായികൾ ഏതെങ്കിലും നേതാക്കന്മാരെ മുമ്പിൽ ഒന്നും സമർപ്പിച്ചിട്ടില്ല എന്ന് നിഷ്പക്ഷമായ ചരിത്രം വിലയിരുത്തുമ്പോൾ അത്ഭുതത്തോന്ന ഒരു പ്രണയം പറയുമ്പോ അവിടുത്തെ പ്രണയ തീരത്തുകൂടി കടന്നുപോയ സഹാബികളുടെ കാര്യം പറയുമ്പോ ചില ആളുകളെങ്കിലും ചിന്തിക്കാറുണ്ട് എത്രത്തോളം പവർ പ്രവാചകനുണ്ടോ. സഹോദരങ്ങളെ, എന്റെ ആമുഖം ഇത് തന്നെയാണ്. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം പവറുള്ള ഒരൊറ്റ ആളും പ്രപഞ്ചത്തിലില്ല എന്ന് ഒരു ഭാഷണത്തിലൂടെ ഉദ്ഘോഷിക്കാതെ എല്ലാ അനുരാഗികൾക്കും ഉറപ്പുള്ള വിഷയമാണ്. എങ്കിലും ബറക്കത്തിന് വേണ്ടി ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെയോ, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഭാഗ്യത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് പ്രവാചകത്വം എന്ന് പറയുന്ന ഭാഗ്യം. തിരിയുന്നില്ലേ? ഓക്കേ അല്ലേ? നിങ്ങളൊന്ന് മൂളിക്കോളി തലയാട്ട്. ഓക്കേ അല്ലേ? ഓക്കെയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ പുറത്ത് കുറച്ച് ആളുകൾ കുറച്ച് കസേരകൾ, ഈ കസേരകളിൽ നിങ്ങൾ വന്നിരിക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ഈ സദസ്സിനെ കണ്ട് പുഞ്ചിരിക്കും. ഉറപ്പിച്ചോളി, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മദീനത്ത് നിന്ന് മന്ദമാരുതൻ ഇവിടെ തേടിയെത്തും. ഉറപ്പിച്ചോളിൻ. ഇത് കേവലം ഒരു പ്രഭാഷണ പ്രഘോഷണ പ്രണയത്തിന്റെ ഏതെങ്കിലും പ്രതിഭാസങ്ങൾ പ്രഹസനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഉറപ്പിച്ചുകൊള്ളുക, ഇത് മനസ്സ് മദീനയ്ക്ക് കൊടുത്ത് മുന്നോട്ട് പോകാനുള്ളതാണ്. മുഹമ്മദ് മുസ്തഫ. കുറച്ച് ചെയറുകൾ ഇരിക്കുന്ന ആളുകളൊന്ന് മുമ്പോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതന്നെ ചേർ മാറ്റണോ? കുറച്ച് ചേർ നീക്കോട്ടെ. ബാക്കിൽ വേണമെങ്കിൽ ആർക്കെങ്കിലും ഇരിക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി. നിങ്ങൾ ഇരിക്കുന്ന ആളുകളും മുമ്പോട്ട് നീങ്ങിരുന്നാ മതി. ഇരിക്കുന്ന ആളുകളൊന്നും എഴുന്നേറ്റ് മുമ്പിലുള്ള ചെയറുകളൊക്കെ ഫില്ല് ചെയ്ത് ബ്ലാങ്ക് ആയിട്ടുള്ള ചെയറുകളൊക്കെ ബാക്കിലാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു തോന്നിവാസത്തിന്റെ സദസ്സായിരുന്നെങ്കിൽ ഫ്രണ്ട് സഫിലും ഒറ്റ ചെയർ ഉണ്ടാവൂല അല്ലേ? ഏതെങ്കിലും ഗാനമേളയോ മോണോ ആക്ടോ മിമിക്രിയോ ഫാൻസി ഡ്രസ്സോ സിനിമാറ്റിക് ഡാൻസോ ഏതെങ്കിലും ഒരു തോന്നിവാസത്തിന്റെ സദസ്സാണെങ്കിൽ സഹോദരങ്ങളെ ഫ്രണ്ടിൽ ഒരൊറ്റ സീറ്റ് ഉണ്ടാവൂല. ഏതെങ്കിലും സീറ്റ് ബാക്കിൽ കിട്ടിയാലായി. ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല, വേദനയോടെ എല്ലാ സദസ്സുകളിലും സഹോദരങ്ങളെ എല്ലാവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം കോരിച്ചൊരിയുന്ന സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിൽപ്പെട്ട ഉദ്യാനമാണ് ഇൽമിന്റെ മജ്‌ലിസ് എന്ന് പ്രവാചക പുങ്കവർ ലോകത്ത് കളവ് പറഞ്ഞിട്ട് എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും പറയാൻ നാവ് ഉയർത്തിയിട്ടില്ലാത്ത ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ. അസ്ലം സക്കാഫി ഉസ്താദിന്റെ തലയാൻ കണ്ടു. എനിക്ക് തോന്നിയതാണോ അറിയത്തില്ല. മറഞ്ഞിരുന്നു. ഇവിടെ ഇരിക്കുക ഉസ്താദന്മാരെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വലിയൊരു സമരം താഴെയുള്ള മുത്തലിങ്ങളൊക്കെ മുകളിലൊക്കെ അവർക്ക് ഇരിക്കുന്നവരോട് വർക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറയാം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉന്നതമായ പവർ പരിശുദ്ധമായ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ പവർ പറഞ്ഞുകൊണ്ട് പ്രണയ തീരത്തേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു കൊടുക്കുന്ന ഭാഗ്യം 3×10⁸ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശത്താൽ പടയ്ക്കപ്പെട്ട മലക്കുകളിൽ പ്രമുഖനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദേശം, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം സ്വീകരിക്കാൻ ജിബ്രീലിന്റെ ചിറകടി കേൾക്കാനുള്ള പ്രത്യേകമായ ആത്മീയ കരുത്തുകൾ കൊടുത്ത് അനുഗ്രഹിച്ച പ്രവാചകത്വത്തിന്റെ പ്രഫുല്ലമായ പ്രത്യേകതയുള്ള ആളുകളാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള ആളുകൾ. എന്നാൽ ഈ പറയപ്പെടുന്ന ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാർക്ക് അള്ളാഹു പ്രവാചകത്വം കൊടുക്കുന്നതിന്റെ പിന്നിൽ പോലും
വെച്ച ഒരു ഡിമാൻഡ് എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവറും മഹത്വവും പ്രണയവും അംഗീകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രവാചകത്വം പോലും നൽകൂ എന്ന് മനുഷ്യോൽപത്തിയുടെ നായകൻ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടയ്ക്കുന്നതിന് എത്രയോ കാലം മുമ്പ് ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ഒരു ലോകത്ത് മാനവിക സമൂഹത്തിന്റെ ആരെല്ലാം ഭൂമിയിലേക്ക് കടന്നു വരാനുണ്ടോ, ശാരീരിക ലോകത്തേക്ക് ഭൂമിയുടെ പുറംതൊലിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് കടന്നു വരാനുള്ള എല്ലാ ആത്മാക്കളെ മാത്രം ഒരുമിച്ച് കൂട്ടിയ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു, ആലമുൽ അർവാഹ്, ആത്മീയ സമ്മേളനം. ശാരീരിക ലോകത്തേക്ക് ഈ ലോകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ കടന്നു വരാനുള്ള എല്ലാ മനുഷ്യന്മാരുടെയും ആത്മാക്കളെ മുഴുവനും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഓരോ ആളുകളുടെ കാറ്റഗറി അനുസരിച്ച് ആ ആത്മാക്കളെ പ്രത്യേകം തരം തിരിച്ച് അല്ലാഹു നിർത്തി. എന്നിട്ടോ 1,23,999 പ്രവാചകന്മാരായി പടച്ചവൻ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ച പരിശുദ്ധ ആത്മാക്കളാക്കാൻ ഉദ്ദേശിച്ചവരെ പ്രത്യേകം നിർത്തി. ഉണ്ട്. ആ വലിയ വ്യക്തി പ്രഭാവത്തിന്റെ പ്രോജ്വല പ്രഭയാകുന്ന ഹബീബെ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം ഉന്നതമായതുകൊണ്ട് ആ പ്രോജ്വല പ്രഭയെന്ന് പറയുന്ന ആത്മാവിനെ അല്ലാഹു പ്രത്യേകം മാറ്റി നിർത്തി. എന്നിട്ട് ഈ പറയപ്പെട്ട പ്രവാചകന്റെ ആത്മാവല്ലാത്ത 1,23,999 വരുന്ന പ്രവാചകന്മാരായി പടച്ചവൻ നിയോഗിക്കാൻ ഇഷ്ടപ്പെട്ട ആ ആത്മാക്കളോട് അള്ളാഹു പറയുന്നു, നിങ്ങളെ ഞാൻ പ്രവാചകന്മാരാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ പ്രവാചകന്മാരാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതിന്റെ പിന്നിൽ നിങ്ങളോട് എനിക്കൊരു ഡിമാൻഡ് പറയാനുണ്ട്. ആ ഡിമാൻഡ് നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങളെ ഞാൻ പ്രവാചകന്മാരാക്കൂ. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രണയ ലോകത്തേക്ക് കോടാനുകോടികൾ മനസ്സ് കൽബ് പോലും പറിച്ചു കൊടുക്കുന്ന പ്രണയത്തിന്റെ വല്ലാത്ത പ്രതീകങ്ങളായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും അനുരാഗത്തിന്റെ അലമാലകൾ തീർത്ത് പ്രവാചകന്റെ കാമുകന്മാർ അകമ്പടി സേവിക്കുമ്പോ ഇത്രത്തോളം പ്രണയം രേഖപ്പെടുത്തുന്ന ഒരു പ്രകമ്പനത്തിന്റെ പ്രകടനം ഈ ലോകത്ത് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഏതൊക്കെയോ വിഷത്തേച്ചകൾ പുറത്തിടുന്ന അവാന്തര വിഭാഗക്കാരെന്ന ലോകത്തിന്റെ ഭൂമിയുടെ പുറംതൊലിയിലെ ഏറ്റവും ഭാഗ്യം കെട്ട ക്യാൻസറിനേക്കാൾ മാരക വൈറസുകൾ കടന്നുപോയ ആളുകൾ, അള്ളാഹു അവരെ തൊട്ട് നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും നാട്ടുകാരെയും വീട്ടുകാരെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രവാചകന്റെ മഹത്വം ഇതിന്റെ പ്രാരംഭ ദശയിലൊന്ന് മനസ്സിലാക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ അർവാഹുകളോട് പടച്ച തമ്പുരാൻ ചോദിക്കുകയാ. സൂറത്ത് ആല് ഇമ്രാനിന്റെ 81-ാമത്തെ ആയത്താണ്, ഏതെങ്കിലും വാറോലയല്ല. പരിശുദ്ധമായ ഖുർആൻ 15 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടായിട്ടും ഒരു വള്ളിപുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ മാലോകര മുഴുവനും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന 1500 വർഷത്തിന്റെ പഴക്കമുണ്ടായിട്ടും ലോകത്തിൽ ഒരുപാട് സയന്റിസ്റ്റുമാരെ തിയറികൾ, അവരുടെ തിയറികളെ പിന്നെയും ചിന്തിപ്പിക്കുകയും തിരുത്തുകയും തിരുത്തി എഴുതിപ്പിക്കുകയും ചെയ്ത അതെ 15 നൂറ്റാണ്ടിന്റെ പഴക്കം പറയാൻ പറ്റുന്ന ഒരു പുതിയതോ പഴയതോ ഇല്ല എന്ന് മാത്രമല്ല, ഒരു വള്ളിപുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ മുഴുവൻ മാനവിക സമൂഹത്തെയും വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളിലേക്ക് വികായസിലേക്ക് അനുനിമിഷം കൈപിടിച്ചു കൊണ്ടുപോകുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ സൂറത്ത് ആലി ഇമ്രാനിന്റെ 81-ാമത്തെ സൂക്തം വല്ലാത്ത അത്ഭുതമാണ്. പ്രവാചകൻ ആരെന്നറിയണോ? മനസ്സു തുറന്ന് പ്രണയത്തോടെ ഈ വല്ലാത്തൊരു വാക്കിനെ കേൾക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ മുഴുവൻ മനുഷ്യരോടും മുഴുവൻ സമൂഹത്തോടും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ
رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പടച്ച തമ്പുരാൻ 1,23,999 പ്രവാചകന്മാരായി സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആത്മാക്കളോട് അല്ലാഹു അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാ, നിങ്ങൾക്ക് ഞാൻ പ്രവാചകത്വം തന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് റിസാലത്തും നിങ്ങൾക്കുള്ള മുഅ്ജിസത്തും നിങ്ങൾക്കുള്ള ആ കിതാബും ആ പ്രവാചകത്വവും തന്നു എന്നിരിക്കട്ടെ. ഇപ്പോൾ തന്നിട്ടില്ല, നിങ്ങൾക്ക് തന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ നിങ്ങളുടെ ദഅവത്തുമായി നിങ്ങളുടെ പ്രവാചക പ്രചാരണാർത്ഥം നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട സമുദായത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള സമുദായക്കാരെ നിങ്ങൾ നയിച്ചുകൊണ്ട് ആത്മീയ സംസ്കരണത്തിന്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു പറയുകയാണ്, എന്റെ റസൂലെങ്ങാനും നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉദയം ചെയ്താൽ, എന്റെ റസൂലെങ്ങാനും നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉദയം ചെയ്താൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കലിമത്തുമായി നിങ്ങളുടെ കാലഘട്ടം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കണം പ്രവാചകന്മാർ സമൂഹത്തോട് അവരുടെ സമുദായത്തോട് ഉദ്ഘോഷിച്ചിട്ടുള്ള കലിമത്തുകൾ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കലിമത്ത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം റസൂലുള്ളാഹ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ കലിമത്തിന്റെ ദൗത്യ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ആ പ്രവാചകന്മാര് മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു പറയുകയാണ്, സുമ്മ ജാഅകും റസൂൽ, എന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉദയം ചെയ്താൽ, നിങ്ങളുടെ കാലഘട്ടത്തിൽ എന്റെ പ്രവാചകൻ കടന്നു വന്നാൽ, ഈ റസൂൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് നമ്മളെ സ്വന്തം അഭിപ്രായമല്ല. എത്രയോ ഡസൻകണക്കിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹയ്യാനുൽ ഉംദുലസി തങ്ങൾ ബസ്ബഹറുൽ മുഹീത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തഫ്സീർ തിബ്രിയിൽ നോക്കിയാലും കാണാം എല്ലാ അവാന്തര വിഭാഗങ്ങളും ഒന്നുപോലെ അംഗീകരിക്കുന്ന ആ റഷീദ് റിളയുണ്ടല്ലോ, അദ്ദേഹം തന്റെ തഫ്സീർ മനാറിലും പറഞ്ഞിട്ടുണ്ട്. എത്രയോ തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ റസൂൽ എന്ന് പറഞ്ഞാൽ ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് അന്ത്യപ്രവാചകനും ആദ്യത്തെ പടപ്പുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയുമ്പോ, അങ്ങനെ എന്റെ റസൂലെങ്ങാനും നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉദയം ചെയ്താൽ പ്രവാചകന്മാരായി പടച്ചവൻ നിയോഗിക്കാൻ സെലക്ട് ചെയ്ത അവരോട് ഉടമ്പടി പറയുകയാ, അങ്ങനെങ്ങാനും എന്റെ റസൂല് കടന്നു വന്നാൽ നിങ്ങൾ വേണ്ടത് എന്താണെന്നറിയുവോ? നിങ്ങളുടെ കിതാബ് നിങ്ങൾ പൂട്ടിവെക്കണേ, നിങ്ങളുടെ കിതാബ് നിങ്ങൾ ക്ലോസ് ചെയ്യണേ, നിങ്ങളുടെ പ്രവാചകത്വം പിന്നെ നിലച്ചു പോകുന്നതാ. നിങ്ങൾ എന്ത് വേണം? ആ പ്രവാചകനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണേ. പിന്നെ നിങ്ങൾ പ്രവാചകന്മാരല്ല, പിന്നെ നിങ്ങൾക്ക് കിതാബില്ല. പിന്നെ അതിനേക്കാളും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രവാചകത്വത്തെക്കാളും പവറുള്ള വലിയ ഒരു പവറാ പിന്നെ നിങ്ങൾക്കുള്ളത്. ഏതാണ് ആ പവർ എന്നറിയുമോ? ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നിങ്ങൾ ആ പ്രവാചകന്റെ ഉമ്മത്തികളായി മാറുകയാ. പിന്നെ നിങ്ങൾ ആ
പ്രവാചകന്റെ ഉമ്മത്തുകളായി മാറുകയാ. പിന്നെ മൂസ റസൂലുള്ളാഹില്ല, ഈസാ റസൂലുള്ളാഹില്ല, ഇബ്രാഹിം റസൂലുള്ളാഹില്ല. പിന്നെ ഒരൊറ്റ കലിമത്തെ അല്ലാഹുവിന്റെ ദുനിയാവിൽ ഉണ്ടാകാൻ പാടുള്ളൂ. പടച്ചവൻ പറയുകയാ. ഏതാണ് ആ കലിമത്തെന്നറിയുവോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഒരൊറ്റ കലിമത്തെ പിന്നെയുള്ളൂ സഹോദരങ്ങളെ. എന്നിട്ട് പടച്ച തമ്പുരാൻ അവരോട് വിശ്വസിച്ചാൽ മാത്രം പോരാ. ആ പ്രവാചകൻ എന്ത് കൽപ്പിച്ചോ അതിനെ ശിരസാവഹിക്കണം. നിങ്ങൾ അൻസ്വാരികളായി മാറണം. ആ പ്രവാചകനെ സഹായിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അല്ലാഹു അവരോട് പറയുകയാ, ഖാല അഖറർതും വഅഖദതും അലാ ദാലികും യസ്രി. ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവാചകത്വം നൽകുക. ഈ കരാർ പാലിക്കാമെന്ന് ഉറപ്പു തരാമെന്ന് നിങ്ങൾക്ക് പ്രവാചകത്വം നൽകുക. കാലോ ആ പ്രവാചകന്മാരൊന്നിച്ച് പറയുകയാ. ആർക്കും പ്രതിഷേധമില്ല, ആർക്കും ഒരു പ്രതികൂല അഭിപ്രായമില്ല. അവര് പറയുന്നു, അഖറർനാ, ഞങ്ങൾ അംഗീകരിച്ചു റബ്ബേ, ഞങ്ങൾ ശിരസാവഹിച്ചു അല്ലാഹ്. ആ പ്രവാചകന്റെ പവർ ഞങ്ങൾ അംഗീകരിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രവാചകന്റെ പ്രണയതീരത്ത് കൂടി കടന്നു പോകുന്ന പ്രവാചകന്മാരുടെ ശാരീരിക ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആത്മാക്കൾ പോലും അനുരാഗത്തെ പരിചയപ്പെടുകയാ. അതുകൊണ്ടാ സഹോദരങ്ങളെ ഈ ഒരു പരാമർശം ഞാൻ കൊണ്ടുവന്നത്. പ്രവാചകന്റെ പരിസരത്തുള്ള, പ്രവാചകന്റെ പ്രണയ തീരത്തുള്ള സഹാബിമാരെ പറയുമ്പോ അവരെക്കാളും എത്രയോ പവറുള്ളവരെന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ള പ്രവാചകന്മാരുണ്ടല്ലോ. ആ പ്രവാചകന്മാരുടെ ശാരീരിക ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവരുടെ ആത്മാവ് മാത്രമുള്ള സമയമുണ്ടല്ലോ. ആ സമയത്ത് പോലും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചു. അവിടുത്തെ പവർ മനസ്സിലാക്കിയവരാ. മാത്രമല്ല പടച്ചവൻ നിർത്തുന്നില്ല. നിങ്ങളെ അംഗീകാര പത്രത്തിൽ വെറുതെ ഒപ്പിട്ടാൽ മാത്രം പോരാ. ഖാല ഫശ്ഹദൂ, നിങ്ങൾ ഈ പറഞ്ഞ വിഷയത്തിന് പരസ്പരം സാക്ഷികളാകണം. മുഫസ്സിരീങ്ങൾ പറയുന്നു, എത്ര പേരോടാ അല്ലാഹു പറയുന്നത്? 1,23,999 പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരാ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ള ആത്മാക്കളോടാ പടച്ച തമ്പുരാന് പറയുന്നത്. അല്ലാഹു പറയുന്നു, നിങ്ങൾ പരസ്പരം സാക്ഷികളാകണം. നിങ്ങൾ ഒരാൾ പറയുമ്പോൾ ബാക്കിയുള്ളവർ സാക്ഷികളാകണം. അപ്പൊ ഒരാൾ പറയുമ്പോൾ എത്ര സാക്ഷികളുണ്ടാവും? 1,23,998 സാക്ഷികളുടെ ഈ കാര്യത്തിന് അവിടെ അല്ലാഹു നിർത്തുന്നില്ല. അല്ലാഹു പിന്നെയും പറയുന്നു, വഅനമഅകും മിനശ്ശാഹിദീൻ. നിങ്ങൾ മാത്രം സാക്ഷികളായാൽ പോരാ. പ്രവാചകന്റെ പവർ പറയുന്നതിൽ ഞാനും നിങ്ങളോടൊപ്പം സാക്ഷികളാ. ഒരു സ്വലാത്ത് മദീനയിലേക്ക്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പ്രവാചകന്റെ മധുരമോറുന്ന ആ ജവാബുകൾ, സ്വലാത്തുകൾ, അതുപോലെയുള്ള പ്രകീർത്തനങ്ങള് അത് നിങ്ങൾ ഉറച്ചു ചെല്ലണേ സഹോദരങ്ങളെ. റാഹത്തായി ചെല്ലണം. ഞാൻ കേവലം പ്രഹസനത്തിന് പറയുകയല്ല. ഈ അടുത്ത സമയത്ത് കണ്ണൂർ ജില്ലയിൽ അൽഹംദുലില്ലാഹ് ഓഖാലിദ് കിടന്നുറങ്ങുന്ന, ചരിത്രമുറങ്ങുന്ന മണ്ണ്, ആ പരിസരത്തുള്ള ചൊക്കളിയിലുള്ള, മാഹിക്കടുത്തുള്ള ചൊക്കളിയിലുള്ള മുബാറക് മസ്ജിദിൽ ഈ വിനീതന് 2 ദിവസത്തെ പ്രഭാഷണമുണ്ട്.
ഉണ്ടായിരുന്നു. ധാരാളം മഹാന്മാരായ ആലിമീങ്ങളും മുത്താദമാരൊക്കെ പങ്കെടുത്തൊരു വേദിയായിരുന്നു. സഹോദരങ്ങളെ, അങ്ങനെ ഈ വിനീതന്റെ രണ്ടാമത്തെ ദിവസത്തിന്റെ പ്രഭാഷണത്തിന്റെ അതിന്റെ അവസാനം പരിസമാപ്തി കുറിക്കുമ്പോൾ മിക്കവാറുമുള്ള അനുകൂല സാഹചര്യങ്ങളുള്ള എല്ലാ സദസ്സുകളിലും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് അവസാനം ചൊല്ലിയിട്ട് ദ്വാരക്കുന്നത്, റസൂലുള്ളാഹിന്റെ ബൈത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കുന്നത്, അല്പം ബുർദ ചൊല്ലിയിട്ട് ദ്വാരക്കുന്നത്, അങ്ങനെ അതിന്റെ ഫളായിലൊക്കെ അവരോട് ചെറിയ സമയം കൊണ്ട് പറന്നുകൊണ്ട് അങ്ങനെ മദ്ഹ് ചൊല്ലുമ്പോൾ ആ സദസ്സിൽ ദുആയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ വടകരയുള്ള ഒരു സഹോദരൻ എന്റെ അടുക്കൽ വരികയാ. എന്നോട് പറയുന്നു, ഉസ്താദേ, നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുരാഗം ഇരമ്പുന്ന ജവാബുകള്, മൗലായ ഉൾപ്പെടെയുള്ള ജവാബുകള്, സലാത്തുള്ള ഉൾപ്പെടെയുള്ള ജവാബുകള് ഞാൻ ആത്മാർത്ഥമായി ചൊല്ലി മുന്നോട്ട് പോയപ്പോൾ, ഞാനങ്ങനെ ചൊല്ലി മുന്നോട്ട് പോയപ്പോൾ എനിക്കെന്തോ നല്ല ഒരു പരിമളം കടന്നു വരികയാ. എന്റെ നാസാരന്ധ്രങ്ങൾക്ക് എന്തോ നല്ല പരിമളവാ. ഞാൻ പരിസരത്തുള്ള ആളുകളെ നോക്കി ആരെങ്കിലും നല്ല കൂടിയ അത്തറുവല്ലോ അതിന്റെ കുപ്പിയുടെ അടപ്പുവല്ലോ തുറന്നിട്ടുണ്ടോ? ഞാൻ പരിസരത്തൊക്കെ നോക്കിയപ്പോ എല്ലാവരും അനുരാഗത്തിൽ ജവാബ് ചെല്ലുന്ന ആളുകളാ. അദ്ദേഹം പറയുന്നു, ഉസ്താദേ, അത് മദീനത്ത് നിന്ന് വന്നതായിരിക്കുമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് മഹാന്മാരായ ആലിമീങ്ങളുടെയും സാദാത്യങ്ങളുടെയും അനുരാഗത്തിന്റെ അലമാലകളുള്ള അന്തരംഗത്തോട് അനുരാഗ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെയും പവർ കൊണ്ടാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബുകളെ നന്നാക്കണേ അല്ലാ, മഹബ്ബത്തുള്ള നാവുകളാക്കണേ അല്ലാ, മഹബ്ബത്തുള്ള കൽബുകളാക്കണേ അല്ലാ. അതുകൊണ്ട് എപ്പോ നിങ്ങൾ ജവാബ് ചൊല്ലിയാലും ഹൃദയത്തിൽ നിന്നും മദീനയിലേക്ക് ഒരു ചാനലിലൂടെ ചെല്ലണം അല്ലാ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രണയ പരിസരത്തു കൂടി കടന്നു പോകുമ്പോ, ഹബീബായ പ്രവാചകന്റെ പരിസരത്തു കൂടി കടന്നു പോകുമ്പോ സഹോദരങ്ങളെ, വല്ലാത്ത അത്ഭുതമാണ്, വല്ലാത്ത അത്ഭുതമാണ്. ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിൽ ഒരുപാട് നേതാക്കന്മാര് ജീവിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് അപ്പോസ്തലന്മാര് കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് ആചാര്യന്മാർ ഈ ലോകത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, 10,000-കണക്കിന് അനുയായികൾ കടന്നു പോയിട്ടുണ്ട് സഹോദരങ്ങള്. പക്ഷേ അള്ളാഹിന്റെ ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ എല്ലാ അർപ്പണ സമർപ്പണ മനോഭാവത്തോടെ കൂടിയിരിക്കുന്ന അനുരാഗികളുണ്ടല്ലോ, പ്രവാചകനോടൊപ്പം നിഴല് പോലെ സഞ്ചരിക്കുന്ന സഹാബികളുണ്ടല്ലോ. അള്ളാഹിന്റെ റസൂല് അബൂബക്കർ എന്ന് വിളിച്ചാൽ, അള്ളാഹിന്റെ റസൂൽ ഉമർ എന്ന് വിളിച്ചാൽ, അള്ളാഹിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ എവിടെ എന്ന് വിളിച്ചാൽ, എവിടെ അലീനെ കണ്ടില്ലല്ലോ, അലി എവിടെ എന്ന് വിളിച്ചാൽ, സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു നേതാക്കന്മാര് വിളിക്കുമ്പോൾ അനുയായികൾ പറയാത്തൊരു മറുപടിയാ. എന്താ അവര് വിളി കേൾക്കുന്നതെന്നറിയുവോ? അവരോടിക്കതച്ചുകൊണ്ട് വന്ന് പറയുന്നത് എന്താ? ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളെ വിളിച്ചോ, എന്നെ വിളിച്ചോ, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരെ, എന്റെ മാതാപിതാക്കൾ അങ്ങക്ക് സമർപ്പണമാ പ്രവാചകരെ, എന്റെ ഉമ്മയും ഉപ്പയും അങ്ങക്ക് അർപ്പണമാ യാ റസൂലല്ലാഹ്. മാത്രമല്ല റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, എന്റെ ആത്മാവ് പോലും അങ്ങക്ക് അർപ്പണമാണെന്ന് പറയുമ്പോ കേവലം ആദര വ്യായാമമല്ല, അനുഗ്രഹത്തിന്റെ അനുരാഗത്തിന്റെ പ്രണയതീരത്തുകൂടി കടന്നുപോയ സഹാബികളുടെ ഛായാചിത്രങ്ങളും ചരിത്രങ്ങളും പഠിക്കുമ്പോ അതിനേക്കാളും അത്ഭുതത്തോടെയാ സഹോദരങ്ങളെ വിലയിരുത്താൻ കഴിയുന്നത്. അല്ലാഹുവേ, മഹാന്മാരുടെ സഹാബികളുടെ ബറക്കത്ത് കൊണ്ട്, അനുരാഗികളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാ, ഞങ്ങളുടെ മഹബത്ത് നീ കാമിലാക്കണേ അല്ലാ, ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാ, മരണപ്പെടുന്നതിന് മുമ്പ് പുണ്യപ്രവാചകന്റെ സുന്ദരമായ മുഖമുണ്ടല്ലോ, 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രന്റെ ശോഭയെ പരാജയപ്പെടുത്തിയ മുഖമുണ്ടല്ലോ, ആ മുഖമൊന്ന് കിനാവിൽ കാണാൻ അല്ലാ, ഞങ്ങളുടെ കിനാവിലൊന്ന് കാണാൻ പടച്ചവനെ തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാ. കണ്ടവരെ പടച്ചവനെ, കണ്ടവർക്ക് വീണ്ടും കാണാനുള്ള തൗഫീഖ്
തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ നീ വലിയ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ഒരുപാട് ആളുകൾ പറഞ്ഞ അനുഭവങ്ങൾ പറയാനുണ്ട്, സമയം പോരാ. എന്റെ വിഷയം ആ ഭാഗത്തേക്ക് തൽക്കാലം ഞാൻ കൊണ്ടുപോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അത്രത്തോളം അർപ്പണ ഭാവത്തോടെയാ അവർ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചാൽ പോലും മറുപടി കൊടുക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, എത്ര വലിയ സർട്ടിഫിക്കറ്റാണ് പടച്ച തമ്പുരാൻ അവർക്ക് കൊടുത്തത്. ആ സഹാബികൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ കൊടുത്ത അംഗീകാരം റളിയല്ലാഹു അൻഹും വറളൂ അല്ലാഹു അവരെയും അവരെ അല്ലാഹുവും തൃപ്തിപ്പെട്ടിരിക്കുന്നു. സഹാബികളെ കുറിച്ച് ഇത്രത്തോളം വലിയ അംഗീകാരം പടച്ച തമ്പുരാൻ കൊടുക്കാനുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹു അവരെയും അവരെ അല്ലാഹുവും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതിനേക്കാളും വലിയ അംഗീകാരമുണ്ടോ സഹോദരങ്ങളെ? ഞാനൊന്ന് പറയട്ടെയോ, സഹാബികൾ പ്രമുഖന്മാരായിട്ടുള്ള സഹാബികൾ പ്രവാചകന്റെ പ്രണയതീരത്ത് കൂടി കടന്നു പോകുമ്പോ അവരെത്രാമത്തെ വയസ്സിലാ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചത്? അവരെത്തല്ലവാ പ്രവാചകന്റെ പ്രണയതീരത്ത് കൂടി ജീവിച്ചത്? അവരെ എത്ര അമലുകളാ ദീർഘമായി ചെയ്തിട്ടുള്ളത്? എന്നാൽ അതിനുശേഷം കടന്നുപോയ താബഈങ്ങൾ ജന്മം കൊണ്ട് മുസ്ലിമായ ആളുകളല്ലയോ? ജന്മം കൊണ്ട് ഈ സമുദായത്തിന്റെ മെമ്പർഷിപ്പുള്ള ആളുകളല്ലയോ? അവര് 90 100 അല്ലെങ്കിൽ അതിനപ്പുറം ഇപ്പുറമുള്ള വർഷങ്ങൾ ആയുസുള്ളവരല്ലയോ? സഹാബികൾ പക്ഷേ തുച്ഛമായ ആയുസുകൾ മാത്രമുള്ള ആളുകളാ. ആ ചെറിയ ആയുസ് കൊണ്ട് ഇത്ര വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണെന്നറിയുമോ? പ്രപഞ്ചത്തിലുള്ള ഏറ്റവും വലിയ പവറുള്ള അമലുണ്ടല്ലോ, ആ അമലിനെ അവർ നെഞ്ചോട് ചേർത്തത് കൊണ്ടാ. അതെന്റെ വാക്കല്ല സഹോദരങ്ങളെ, അതെന്റെ വാക്കല്ല സഹോദരങ്ങളെ. മഹാനായ ഉമർ ഖാദി തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിലാഹു ബിഹി യുബല്ലിഗുഹു അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ താഖഫൽ ഇൻദല്ലിലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഏറ്റവും വലിയ അമൽ ഏതാണെന്ന് ഉമർ ഖാദി തങ്ങൾ വെറും ഒരു ഖാദിയാരല്ല സഹോദരങ്ങളെ. ബ്രിട്ടീഷുകാർക്ക് പോലും അറിയാം ഉമർ ഖാദി തങ്ങളുടെ കറാമത്തും അത്ഭുതവും. സഹോദരങ്ങളെ, ആ അനുരാഗത്തിന്റെ അശ്രുക്കൾ സജലങ്ങളായ കണ്ണുകളോടെ പ്രവാചകന്റെ പ്രണയമിരമ്പുന്ന പരിമളമോറുന്ന പരിസരത്ത് പോയി നിന്ന് യാ ഖുറമൽ ഖുറമാ പാട്ടുപാടിയില്ലയോ? കടന്നു പോകാൻ സമയമില്ല സഹോദരങ്ങളെ. അങ്ങനെ പാട്ടുപാടി കരന്ന് അവസാനം സജലങ്ങളായ കണ്ണുകള് അത്ഭുതത്തോടെ പരിസരത്ത് ഒരുപാട് ആളുകൾ വന്നു നോക്കുകയാ. ആരാ ഇത്ര മധുര മനോഹരമായി പ്രവാചകനെ വർണ്ണിക്കുന്നത്? ആരാ ഇത്ര സുന്ദരമായി പ്രവാചകനെ വർണ്ണിച്ച് പുകഴ്ത്തി പാട്ടുപാടുന്നതാരാ? സഹോദരങ്ങളെ, പരിസരത്തുള്ള ആളുകൾ അറബികൾ ഓടിക്കൂടി നോക്കുമ്പോ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഉമർ ഖാദി തങ്ങൾ പറയുകയാ, എന്റെ കണ്ണിൽ നിന്നും കരച്ചിൽ വരുന്നതിന്റെ കാരണം ഏതെങ്കിലും ഒരു ഭൗതികമായ നഷ്ടത്തെ ഓർത്തല്ല, എന്റെ കച്ചവടം പൊട്ടിപ്പോയത് കൊണ്ടല്ല, എന്റെ ലാഭം കുറഞ്ഞത് പോയത് കൊണ്ടല്ല, ഏതെങ്കിലും നഷ്ടങ്ങൾ എനിക്കുണ്ടായത് കൊണ്ടല്ല. ഖൽബി സയ്യിദിൽ കൗനൈനി. കൂട്ടരെ, എന്റെ കണ്ണിൽ നിന്നും ഒഴുപ്പൊഴിഞ്ഞു വീഴുന്നത് അത് അനുരാഗത്തിന്റെ അശ്രുക്കളാ, അത് അനുരാഗത്തിന്റെ കണ്ണുനീർ കണങ്ങളാ. എന്റെ മുത്തുനബിതങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ എന്റെ മുമ്പിലുള്ള സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട്, പരിസരത്തുള്ള പെങ്ങന്മാരോട് ഞാൻ വളരെ വിനയാന്വിതനായി ഒരു റിക്വസ്റ്റ് ഭാവത്തിൽ ചോദിക്കട്ടെയോ? അപേക്ഷയാ. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കരന്നിട്ടുണ്ട്, ഒരുപാട് വിഷയത്തിന് വേണ്ടി നമ്മൾ കരന്നിട്ടുണ്ട്. ഏതെങ്കിലും വിഷയം നമ്മുടെ പരീക്ഷയിൽ പാസ്സാകാതെ പോയപ്പോൾ നമുക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും വേദനകൾ ശരീരത്തിൽ ഉണ്ടായപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാരാ, ഒരുപാട് കാലം നരകത്തിന്റെ കൊള്ളിയാകാൻ തീരുമാനിച്ച് ഏതൊക്കെയോ കാമുകിയുടെ പുറകിൽ പോയിട്ട് അവസാനം ആ കാമുകി നല്ല
നല്ല ആരോഗ്യധനകാത്തനായ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ നിന്നോട് ബൈ പറഞ്ഞപ്പോ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞപ്പോ കരഞ്ഞിട്ടുണ്ട്. രാപ്പകലോളം നീ കരഞ്ഞിട്ടുണ്ട് പൊന്നുമോനെ. എന്റെ പരിസരത്തുള്ള പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിക്കുക, ഒരു ദിവസം ക്യാമ്പസിലേക്ക് കടന്നു പോകുമ്പോ നിന്റെ കാമുകനെ കണ്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കമില്ല. അല്ലാഹുവേ, സമുദായത്തിന്റെ മുഴുവൻ സഹോദരിമാരെയും കാക്കണേ റബ്ബേ. മറന്നു പോകണ്ട വഖൂദുക അന്നാസു വൽ ഹിജാറ. കത്തിക്കാളുന്ന ഭീകരമായ ബീഭത്സമായ നരകമുണ്ട് പൊന്നുമോളെ. അവിടെ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് എന്താ? പച്ച മനുഷ്യരെയും പാറക്കല്ലുകളെയുമാണെന്ന് ഖുർആൻ. അതുകൊണ്ട് പെങ്ങളെ, ഒരു ദിവസം നിന്റെ കാമുകൻ ഏതെങ്കിലും തൊലിവെളുപ്പുള്ള നല്ല ആകാര സവിട്ടുവോ ഉള്ള ഒരു പെണ്ണിനെ കാണുമ്പോ നിനക്ക് പിന്നെ കോളില്ലാതെ വരുമ്പോ, വിളിയില്ലാതെ വരുമ്പോ, നിനക്ക് മുഖം തിരിച്ച് അവൻ കടന്നു പോകുമ്പോ അന്നത്തെ ദിവസം നിനക്ക് ഒരുപാട് കരച്ചിൽ വരികയാ. അന്ന് ഉച്ചക്ക് കഴിച്ച ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല, അന്ന് രാത്രി കഴിച്ച ഭക്ഷണത്തിന് രുചിയില്ല, അന്ന് കിടക്കയിൽ നിന്റെ തലങ്ങണി നനയുന്ന രൂപത്തിൽ നീ പൊട്ടിക്കരന്നുകൊണ്ട് വിതുമ്പിക്കൊണ്ട് കിടക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചോർത്ത് ആ ഹബീബായ പ്രവാചകനോടുള്ള മഹബത്ത് ഹൃദയത്തിൽ വെച്ചിട്ട് ആ റസൂലുള്ളാഹിനെ ചൊല്ലിയിട്ടൊരു കണ്ണുനീര് വന്ന ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു വേളയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പുതിയ തലമുറയോട് ഞാൻ ചോദിക്കുക, ഒരു വിഷയത്തിലേക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യമില്ല. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാ ആ ഉമർ ഖാദി തങ്ങളുടെ പാട്ട് പാടി പറഞ്ഞു തന്നതാ നബി, പ്രവാചകനോടുള്ള മഹബത്തും മദ്ഹുഹു, പ്രവാചകനോടുള്ള പ്രവാചകന്റെ പേരുള്ള മൗലിദും മദ്ഹും ഉണ്ടല്ലോ. ഖൈറുൽ അമൽ ഖൈറുൽ അമൽ ഖൈറുൽ അമൽ. അത് ചെറിയ അമലല്ല, വലിയ അമലാ. അമലുകൾ കൂട്ടത്തിൽ വലിയ പവറാ മഹബത്തിനെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുരാഗത്തിൽ അതിലയിച്ച പ്രണയതീരത്ത് കൂടി കടന്നുപോയ മഹാന്മാര് പറയുമ്പോ, അല്ലാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ചരിത്രത്തിൽ കാണാൻ സഹാബിമാർ പരിശുദ്ധമായ മദീനയുടെ ചാരത്ത് ജീവിച്ചിരുന്നു. 200 ആളുകൾ. എന്താ അവരുടെ പരിപാടി? അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് പറയുക, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും കൂടി ഒരു 45% ആയിട്ടുള്ള ഒരു 50, ഒരു 80 ഒരു 90, 100 ആയ ചരിത്രമുണ്ട്. എന്നാലും ഒരു നമുക്ക് 50ന്റെ മേളിൽ, പകുതിയുടെ മുകളിൽ സൂചിയാക്കണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും കൂടെ ഒന്ന് പോയിക്കോട്ടെ, ഒരു 51 ആയിക്കോട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുക എന്നുള്ള ഒരൊറ്റ തൊഴിലാ അവർക്കുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ, ഹബീബായ പ്രവാചകനെ പറഞ്ഞു പുകഴ്ത്താൻ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കാവ്യത്തല്ലജങ്ങളെ കോർത്തിണക്കാൻ 200ഓളം പ്രവാചക പ്രേമികളാകുന്ന മഹാന്മാരായ സ്വഹാബികളായിരുന്നു മദീനത്തെ പള്ളിയുടെ ആ പരിസരത്ത് ജീവിച്ചിരുന്നത്. സഹോദരങ്ങളെ അറിയാം, ആ പ്രവാചകന്റെ പരിശുദ്ധമായ പള്ളിയുടെ അകത്ത് ഖുത്ബ ഓതാൻ ഒരു മിമ്പർ ഉണ്ടായിരുന്നു. അതിനെ കൂടാതെ മറ്റൊരു മിമ്പർ ഉണ്ടായിരുന്നു. നമുക്കറിയാം ആ മിമ്പർ എന്തിനാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാനും പാടാനും വേണ്ടിയിട്ട് പ്രവാചകൻ അംഗീകാരം കൊടുത്തില്ലയോ? പ്രവാചകൻ അംഗീകാരം കൊടുത്തില്ലയോ? പ്രവാചകൻ ഷാള് കൊടുത്ത് സ്വീകരിച്ചില്ലയോ? പ്രവാചകൻ പ്രത്യേകമായി പ്രാർത്ഥിച്ച് കരുത്തു കൊടുത്തില്ലയോ? അങ്ങനെയുള്ള സഹാബിമാരുടെ ചരിത്രം മുമ്പിലുള്ളപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ മഹബത്തിന്റെ പ്രതീകങ്ങളാകുന്ന സഹാബികൾ ആ പ്രവാചകന്റെ തീരത്തുകൂടി കടന്നുപോയത് എങ്ങനെയാണെന്നറിയോ? നല്ല 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 നട്ടുച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലിരിക്കുന്ന സഹാബികള് ചിന്തിക്കണേ സഹോദരങ്ങളെ. അവരുടെ വർണ്ണനയും ആ പ്രണയത്തിന്റെ പല വിധത്തിലുള്ള ആ പ്രകടനങ്ങളും ഒന്ന് മനസ്സിലാക്കണേ. നട്ടുച്ച സമയത്ത്, വെയിലുള്ള സമയത്ത് പ്രവാചക സന്നിധിയിലിരിക്കുന്ന സഹാബികള് ഹബീബായ പ്രവാചകന്റെ സുന്ദരമായ വദനത്തിലേക്കൊന്ന് നോക്കുകയാ. എന്നിട്ടോ 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് 8.5 മിനിറ്റ് കൊണ്ട് തീ തുപ്പി നമുക്ക് പ്രകാശം തരുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യകിരണങ്ങളിലേക്ക് ആ സഹാബിമാര് നോക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കുക. മാറി മാറി നോക്കിയിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരെ, ആ സൂര്യന്റെ കിരണങ്ങൾ അങ്ങയുടെ മുഖത്തുള്ള ശോഭയെ പരാജയപ്പെടുത്തുന്നതല്ല.
അതിനേക്കാളും സൗകുമാരികതയും സൗന്ദര്യവും അങ്ങനെയാണെന്ന് പറയുമ്പോ നല്ല നിലാവുള്ള രാത്രിയിൽ പൂർണ്ണയെന്ന് പൂനിലാവ് പൊടിച്ചുകൊണ്ട് നിൽക്കുമ്പോ അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ വദനത്തിലേക്ക് സഹാബികൾ നോക്കുകയാ. എന്നിട്ടോ ആ പൂനിലാവ് പൊഴിക്കുന്ന ചന്ദ്രനിലാവിലേക്ക് നോക്കുകയാ, ചന്ദ്രമുഖത്തേക്ക് നോക്കുകയാ. എന്നിട്ട് അവർ ഉറച്ചു പറയുന്നു, യാ റസൂലല്ലാഹ്, ആ ചന്ദ്രമുഖത്തെക്കാളും പ്രശോഭിത പ്രോജ്വല പ്രഭയുടെ പ്രസരണമുള്ള സുന്ദരമായ മുഖം അങ്ങക്ക. അതുകൊണ്ട് നമ്മൾ ഉറച്ചു പാടുന്നില്ലയോ, അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറു ഫൗക നൂരി അന്ത യക്സീറുൻ വഗാലി അന്ത മിസ്ബാഹുസ് സുദൂരി യാ നബി സലാം അലൈക്കും. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. മർഹബ യാ നൂറ ഐനി, മർഹബ ജദ്ദൽ ഹുസൈനി, മർഹബ അഹ്ലൻ വസഹ്ല, മർഹബ യാ ഖൈറ ദാഇ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. സഹോദരങ്ങളെ, ആ പ്രഫുല്ലമായ പ്രകാശ കിരണങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറിനെ ആ സഹോദരങ്ങളെ പടച്ച തമ്പുരാൻ ആദ്യമായി സൃഷ്ടിച്ചത് തന്നെ ആലോചിക്കണം. സ്വഹാബികൾ പ്രവാചകനോട് ആദ്യമായി പടച്ചവൻ എന്താ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മഹാനായ മുസന്നഫിലൂടെ അവിടെ അബ്ദുർ റസാഖ് എന്ന് പറയുന്ന മഹാനായ മുഹദ്ദിസും മുഫസ്സിറുമായ വലിയ അറിയപ്പെട്ട ലോകമറിയപ്പെട്ട വിശ്വവിശ്രുതമായ ധാരാളം ഗ്രന്ഥങ്ങളുടെ തസ്രീഫ് നടത്തിയ അബ്ദുർ റസാഖ് എന്ന് പറയുന്ന മഹാൻ പറയുകയാ, ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ് പറഞ്ഞുകൊണ്ട് വിശ്വമാനവിക സമൂഹത്തിന് സുന്ദരമായ പ്രവാചകന്റെ പ്രണയത്തെയും അവിടുത്തെ പ്രകാശ കിരണങ്ങളുടെയും ആദ്യത്തെ പടച്ച തമ്പുരാന് പടച്ച വർത്തമാനത്തെയും പറഞ്ഞു തരികയാ. ജാബിറേ, അവ്വൽ മാ ഖലഖല്ലാഹു നൂരി, ആദ്യമായി പടച്ച തമ്പുരാൻ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത് എന്തിനെയാണെന്നറിയുവോ? എന്റെ പ്രകാശത്തെയാ, എന്റെ പ്രകാശത്തെയാ, എന്റെ ഒളിവിനെയാ, എന്റെ നൂറിനെയാ. അതുകൊണ്ടാ സഹോദരങ്ങളെ, നമ്മൾ ആ നൂറിനെ, ആ ഒളിവിനെ, ആ പ്രശോഭിത കിരണത്തെ പ്രശംസിച്ചുകൊണ്ട് പാട്ടുപാടുന്നത് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് നൂർ മുഹമ്മദ്, നൂർ മുഹമ്മദ്, നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, ആ ഒളിവ് നടത്തിയ അത്ഭുതമല്ലയോ, ആ ഒളിവിന്റെ പ്രകാശ കിരണമല്ലയോ പ്രപഞ്ചത്തിലെല്ലാം അലയടിക്കുന്നത്? എല്ലാ സൃഷ്ടികളെയും അല്ലാഹു പടച്ചിട്ടുള്ളത് മിൻ നൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ പ്രവാചകന്റെ ഒളിവിൽ നിന്നല്ലയോ? സഹോദരങ്ങളെ, അറിയുമോ? അതുകൊണ്ട് തന്നെ സയ്യിദ് അലി വഫാ തങ്ങൾ നമുക്ക് പാടി പറഞ്ഞു തരികയാ, ലൗ അബ്സറ ശൈത്താനു തൽഅത നൂരി في وجه آدم كان أول يسجد. അവനോട് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട്. ഇബ്ലീസിനോട് വലിയ മഹബത്ത് ഉള്ളതുപോലെ നിങ്ങളുടെ പ്രതികരണം കേട്ടിട്ട് മൽഊനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ആ ഇബ്ലീസ് മനുഷ്യോൽപത്തിയുടെ നായകൻ അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ പടച്ചു വച്ചു. വസ്ജുദൂലി ആദം നബിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യണം. മലക്കുകളെ എന്ന് മുഴുവൻ മലക്കുകളോടും അല്ലാഹു ഓർഡർ ഇട്ടപ്പോ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ആ ഇബ്ലീസ് സത്യനിഷേധം കൊണ്ട് അവൻ ആ പ്രഭാവത്തെ അംഗീകരിക്കാത്തത് കൊണ്ട് മാറി നിന്നപ്പോ അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട വലിയ മഹാനായ സാത്വികനായ സയ്യിദ് അലി വഫാ തങ്ങൾ പറയുകയാ, ലൗ അബ്സറ ശൈത്താനു തൽഅത നൂരി في
وجه آدم كان أول يسجد ആദം നബിയുടെ മുഖത്തെങ്ങാനും ഇബ്ലീസ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശ കിരണത്തെ കാണാനുള്ള കണ്ണ് ഇബ്ലീസിനുണ്ടാകുമായിരുന്നെങ്കിൽ ആദം നബിയുടെ മുഖത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒളിവിനെ ദർശിക്കാനുള്ള പവർ ഉൾക്കാഴ്ച ഇബ്ലീസിനുണ്ടാകുമായിരുന്നെങ്കിൽ കാന അവല യസ്ജുദൂ ആദ്യമായി സുജൂദ് ചെയ്യുന്ന ആള് ആരാകുമായിരുന്നു? ഇബ്ലീസ് ആകുമായിരുന്നു. സഹോദരങ്ങളെ, എല്ലാ പ്രപഞ്ചത്തിലും എല്ലാ പ്രണയ പരിസരങ്ങളിലും പ്രചോദിതമാകുന്നത് പ്രവാചകന്റെ സുന്ദരമായ ആ കിരണങ്ങളാ. മാത്രമല്ല ഔലൗറഅന്നംറൂദു നൂറ ജമാലി അബദൽ ജലീല മഅൽ ഖലീലി വമാഇനാദ്. എന്താ രണ്ടാമത്തെ സുന്ദരമായ വരി? നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിയാൻ കാരണം എന്താണെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്ത് കാണാനുള്ള കണ്ണില്ലായിരുന്നു. ആർക്ക്? നമ്രൂദിനില്ലായിരുന്നു. ആ നമ്രൂദങ്ങാണം ഔലൗറ അന്നംറൂദു നൂറ ജമാലി അബദൽ ജലീല മഅൽ ഖലീലി വമാഇനാദ്. ആ നമ്രൂദങ്ങാണം അല്ലാഹുവിന്റെ റസൂലിന്റെ ആ കിരണത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കിരണത്തെ, അവിടുത്തെ പ്രോജ്വല പ്രഭയെ ഈ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖശ്രീയിൽ കാണുമായിരുന്നെങ്കിൽ, കണ്ടിരുന്നെങ്കിൽ അല്ലാഹുവിനെ നിഷേധിക്കാതെ ജല്ല ജലാലായ അബദൽ ജലീല മഅൽ ഖലീൽ, ജല്ല ജലാലായ അല്ലാഹുവിനെ അംഗീകരിച്ച് ആരാധനകളിലൂടെ കടന്നു പോകുമായിരുന്നു. മഅൽ ഖലീൽ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയോടൊപ്പം. സ്ഥലത്തുമുള്ളത് ഈ പ്രവാചകന്റെ പ്രഭയാണ്. അതുകൊണ്ട് കടന്നു പോകാം ആ പ്രണയ പരിസരത്തേക്ക്. സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ അധരങ്ങളിൽ നിന്നും അടർന്നു വീഴുന്ന മുത്തുമാണിക്ക കല്ലുകളെ പറക്കിയെടുക്കാൻ സ്വർഗ സമാനമായ പരിമളമോറുന്ന പ്രവാചകന്റെ പ്രണയ പരിസരത്ത് സജ്ജരായിരിക്കുന്ന സഹാബികളുണ്ടല്ലോ. അവിടുത്തെ ക്ലാസ് കഴിയുമ്പോ, അവിടുത്തെ വിജ്ഞാനത്തിന്റെ സദസ് കഴിയുമ്പോ സഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലയോ സഹാബ, ഇന്നത്തെ ക്ലാസ് കഴിയുന്നല്ലോ, നിങ്ങൾ പോകുന്നില്ലേ സഹാബ, നിങ്ങൾ പോകുന്നില്ലേ സഹാബ? ആ കൂട്ടത്തിൽ നിറകണ്ണുകളോടെ അനുരാഗികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതീകങ്ങളാകുന്ന സഹാബികളിൽ പലരും കരന്നുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഞങ്ങളെവിടെ പോകാനാ നബിയേ, ഞങ്ങളെവിടെ പോകാനാ നബിയേ? അങ്ങയുടെ ഈ സുന്ദരമായ മുഖം വിട്ടുകൊണ്ട് ഞങ്ങൾ എവിടെ പോകാനാ? അങ്ങത് പറയല്ല നബിയേ, ഞങ്ങൾ കുറച്ചു നേരം കൂടി, കുറച്ച് സമയം കൂടി ഇവിടെ ഇരിക്കട്ടെയോ, കുറച്ച് സമയം കൂടി ഞങ്ങൾ അനുരാഗത്തിൽ അതിലയിക്കട്ടെയോ? സഹോദരങ്ങളെ, അത്ഭുതമല്ലയോ, അത്ഭുതമല്ലയോ? ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ കഠോരമായ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയൊരു കാലഘട്ടമുണ്ടായിരുന്നു. തുച്ഛമായ സ്വഹാബികൾ മാത്രമായിരുന്നു പ്രവാചകന്റെ പ്രണയ പരിസരത്തിന്റെ പ്രതിഭാസത്തെ പരിചയപ്പെട്ടിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തീരുമാനത്തോടെ പ്രവാചകൻ ഒരു യാത്ര നടത്തുകയാണ്. റസൂൽ യാത്ര നടത്തുകയാ. ആ യാത്രയിൽ സുബ്ഹാനല്ലാഹ് ആ സ്വഹാബികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുന്നു, യാ സ്വഹാബ, നാളെ ഞാനൊരു യാത്ര പോവുകയാ, നാളെ ഞാനൊരു യാത്രയ്ക്ക് പോവുകയാ, എന്നോടൊപ്പം നാളെ യാത്ര ചെയ്യാൻ ഞാൻ ഒരാളിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരാളിനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ആ കാര്യം വെളിപ്പെടുത്തൂല, നാളെ ഞാൻ നിങ്ങളോട് പറയാ. ചില ആളുകൾ
തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. പ്രവാചകൻ പ്രതികൂലതകളെ ഭയപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഏതെങ്കിലും മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ഹിജറ പോയ ആളാ. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചോടൂല. അങ്ങനെ പേടിച്ചോടുന്ന ആളല്ല നമ്മുടെ നേതാവ്. ഹുമുർരിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ ഖദ്ദഹിരി ഫീ ഹിമ്മതിം ബൽ സാദത്തുൽ കുബറാ മൗലായ സ്വല്ലി വസാ على حبيبك خير الخلق كلهم. സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ അനുചരന്മാരുടെ കരുത്ത് തന്നെ കാലം പോലെ കരുത്തുള്ളവർ, മല പോലെ ഉറപ്പുള്ളവരാ. പിന്നെ എങ്ങനെയാ നേതാവിന് കരുത്ത് കുറയുമോ, ചങ്കൂറ്റം കുറയുമോ? അനബിനു അബ്ദുൽ മുത്തലിബ് അനനബിയുല്ലാ കദിബ്. ഒറ്റപ്പെട്ടു പോയ യുദ്ധത്തിന്റെ ഇടയിൽ ഒറ്റപ്പെട്ടു പോയ പ്രവാചകനെ ഇപ്പോൾ തന്നെ വകമെരുത്താമെന്ന് വിചാരിച്ച് ശത്രു സമൂഹം വളർന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് സടകുടം നെടുന്നേറ്റുകൊണ്ട് പറയുകയാ, ആരാടാ എന്നോട് പോരടിക്കാൻ? ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാടാ. അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാടാ. അനനബിയുല്ലാ കദിബ്, ഞാൻ കള്ളനല്ലോ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകനാ. കടന്നു വന്നോ കാണിച്ചു തരാമെന്ന് വലിയ സധൈര്യത്തിന്റെ ധൈര്യത്തിന്റെ നിറകുടമാകുന്ന പ്രവാചക പുങ്കവര് അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ടാ ഹിജറ പോകുന്നത്. സ്വഹാബികളോട് പറയുന്നു, നാളെ ഞാൻ പ്രഭാതം കഴിഞ്ഞാൽ ഞാൻ പുറപ്പെട്ടു പോകും. അതുകൊണ്ട് സ്വഹാബ, എന്നോടൊപ്പം യാത്ര ചെയ്യാൻ ഞാൻ ഒരാളിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ പറയൂല, നാളെ ഞാനത് അറിയിക്കുന്നതാ. അന്നത്തെ ദിവസം സ്വഹാബികൾ ഉറക്കമില്ല. അന്നത്തെ ദിവസം സ്വഹാബികൾ ഉറങ്ങുന്നില്ല. എന്താ, കൊതുകടി ഉണ്ടായിട്ടൊന്നുമില്ല, ഏതെങ്കിലും ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായതുകൊണ്ടൊന്നുമല്ല, ഏതെങ്കിലും മറ്റുള്ള പ്രതികൂലതകൾ ഉണ്ടായതുകൊണ്ടല്ല. സഹാബികൾ അന്നത്തെ ദിവസം അവർക്ക് ഉറക്കമില്ലാതെ അവരെങ്ങനെ വിഷമിച്ച് ആകാംക്ഷയോടെ കിടക്കുന്നത്. നാളത്തെ പ്രഭാതത്തിൽ എന്റെ പേരായിരിക്കുമോ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാളെ വിളിക്കുന്നത് എന്നെ ആയിരിക്കുമോ? ആ ഭാഗ്യം എനിക്കായിരിക്കുമോ? പ്രവാചകൻ പോകുന്നത് എങ്ങോട്ടാ? പിക്നിക്കിനല്ല, ഏതെങ്കിലും പ്രകൃതി രമണീയമായ പ്രദേശങ്ങളിലേക്ക് ആസ്വദിക്കാൻ പോവുകയല്ല. എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ എന്നെയാണോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നത്? ആകാംക്ഷയോടെ കിടക്കുകയാണ്. അനുരാഗത്തിന്റെ പ്രണയതി തീരത്തെ സഹാബിമാർ ഉറങ്ങുന്നില്ല. സഹോദരങ്ങളെ, അടുത്ത പ്രഭാതമായപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ചോദിക്കുന്നു, യാ സ്വഹാബ ഐന അബൂബക്കർ, യാ സ്വഹാബ എവിടെ മക്കളെ എന്റെ അബൂബക്കർ എവിടെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂരയിലേക്ക് സഹാബികളോട് ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഓടിക്കതച്ചുകൊണ്ട് ആ പ്രണയ തീരത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ് ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് ഫിദാക റൂഹി യാ റസൂലല്ലാഹ് പറഞ്ഞാലും നബിയേ എന്തിനാ അബൂബക്കറിനെ വിളിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കറെ ഇന്നലെ ഞാനൊരു യാത്രയെ കുറിച്ച് പറഞ്ഞില്ലയോ? ആ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന സഹയാത്രികൻ നീയാണ് അബൂബക്കറെ. തയ്യാറുണ്ടോ അബൂബക്കറെ? എന്നോടൊപ്പം വരാ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രതികരണം ഒന്നും പറയാൻ പറ്റാതെ പൊട്ടിക്കരയുകയാ. കൊച്ചു കുട്ടികളെ പോലെ വാവിട്ട് കരയുകയാ. നിലയ്ക്കാത്ത കരച്ചില. തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല ആ കരച്ചിലിനെ കുറിച്ച് ഹദീസിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം, ഓർമ്മപ്പെടുത്തിയതായി കാണാം. ഒരാൾ സന്തോഷം ഉണ്ടാകുമ്പോൾ കരയുന്ന കരച്ചിൽ, ഇത്രയും അധികം കരയുന്ന കരച്ചിൽ എന്റെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് കരയുന്നതിനേക്കാൾ സന്തോഷം ഉണ്ടാകുമ്പോ കരയുന്ന കരച്ചില് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രിയപ്പെട്ട പൊന്നുമോള് ഉമ്മഹാത്തുൽ മുഅ്മിനീനായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസി പറയുമ്പോൾ
സന്തോഷം ഉണ്ടാവുമ്പോൾ കരയും, സന്തോഷവും ഉണ്ടാവുമ്പോൾ കരച്ചിലും. അടുത്ത സമയത്ത് ഒരു നിക്കാഹിന്റെ വേദിയില് പുതിയാപ്പിളയുടെ കൈയും വലിയ കൈയൊക്കെ പിടിച്ച് ഉപ്പയാണ് കൈ കൊടുത്തിട്ട് സീക പറഞ്ഞു കൊടുത്തു. സന്തോഷം ഉണ്ടാവുമ്പോ കരയുന്നതിന് ഒരു ഉദാഹരണം പറയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വലിയനെ സീക പറഞ്ഞു കൊടുത്തു ഉപ്പയ്ക്ക്, പെണ്ണിന് സീക പറഞ്ഞു കൊടുത്തു. ഉടൻ തന്നെ ആ ഉപ്പായ വലിയ ഒറ്റ കരച്ചില്ല, പറയുന്നില്ല, ഒറ്റ കരച്ചിൽ. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെയും സീക പറഞ്ഞു കൊടുത്തു, പറയുന്നതാണ് വിഷമം, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞൂല തുക്കാന്ന് പിന്നെ പറഞ്ഞു കൊടുത്തു. പിടിച്ചിട്ടും കിട്ടുന്നില്ല. സദസ് സ്തംഭിച്ചു പോയി. നിക്കാഹിന്റെ സദസ്സിൽ എത്രയോ ആളുകൾ നിക്കാഹിന് വേണ്ടിയിരിക്കുക, വല്ലാത്ത കരച്ചിലായി പോയി. അങ്ങനെ ഒരു പരുവത്തിനെല്ലാം കഴിഞ്ഞ് എല്ലാ സദസ്സും കഴിച്ചിട്ട് അവസാനം ഞാൻ ഇതെന്ന് അറിയണമല്ലോ, എന്തിനാ കരഞ്ഞാണ്. ഞാൻ നോക്കിയപ്പോ കാരണം പഴയ കാലമല്ലേ, യൗമല ജിംനാസ്റ്റിക് വല്ലോ ആണോ, യൗമല കൈവല്ലം പിടിച്ച് തിരിച്ചാണോ, പഴയ പിള്ളേരെ കൂടിയൊക്കെ ആയിട്ട് ചില പുതിയാപ്പിളെ കൈയൊക്കെ പിടിച്ച് ഞാൻ നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല, ഒക്കെ ലൂസാണ്, റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ആളിനോട് അന്വേഷിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഇദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷിക്കുമ്പോ എന്താ വിഷയം എന്നറിയോ? പാടത്തും പറമ്പിലും ഒരുപാട് പാടുപെട്ട് പ്രിയപ്പെട്ട പൊന്നുമോകളുടെ നിക്കാഹിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്ത് ആ സുന്ദരമായ നിമിഷം അല്ലാഹു എനിക്ക് തന്നല്ലോ എന്ന ആ ഒരു സന്തോഷ വാർത്ത ഉണ്ടല്ലോ, ആ ഒരു വാർത്ത ഇങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ. സന്തോഷം കൊണ്ട് കരയുന്ന ഒരു ഉദാഹരണം. സന്തോഷം ഉണ്ടാവുമ്പോൾ കരയും അല്ലേ? നമുക്ക് ഒരിക്കലും കിട്ടൂല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അറിയാതെ നമ്മുടെ സന്തോഷം കൊണ്ട് നമ്മുടെ കരഞ്ഞ് നമ്മുടെ കണ്ണുനീര് വന്നു പോകും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ആയിഷ ബീവി പറയുകയാ, എന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് പലരും കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ കരച്ചിൽ കരഞ്ഞത് എന്റെ ഉപ്പയാ. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയപ്പോൾ സഹോദരങ്ങളെ, വിശാലമായ ചരിത്രം ഞാൻ ചുരുക്കി പറയുകയാ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനോടൊപ്പം ആ സഹാബികളിൽ പ്രമുഖനായ ഒന്നാമത്തെ ഖലീഫയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു യാത്ര തുടരുകയാ. എപ്പോഴും പോയി പരിചയമുള്ള വഴിയല്ല, എന്നും പോയി പരിചയമുള്ള വഴിയല്ല, ഒരു രഹസ്യ സീക്രട്ടറി റൂട്ടിലൂടെയാ യാത്ര, രഹസ്യ വഴിയിലൂടെയാ യാത്ര. അങ്ങനെ കടന്ന് മുമ്പോട്ട് പോകുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ രണ്ട് ചെയറും കൂടെ കിടപ്പുണ്ട്. ആ മൂന്ന് ചെയർ, 3 or 4 ഒക്കെ ഉണ്ടാലോ, അതങ്ങടുത്ത് ബാക്കിൽ കൊടുത്താൽ നമ്മളെ പ്രവർത്തകരോട് പറയാം. നമ്മളെ ഈ സദസ്സിൽ നമ്മളെ അതിഥികളാണ്. നമ്മുടെ അതിഥികളാണ്, നമ്മൾ വിളിച്ചിട്ട് വന്ന ആളുകൾ. അപ്പൊ നമ്മൾ ഈ കസേര ഇങ്ങനെ കിടക്കുമ്പോൾ അവർ പറഞ്ഞ് നിൽക്കുന്ന ഒരു സുഖമുള്ള ഒരു ഏർപ്പാടല്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഒഴിഞ്ഞ ചെയറുകൾ ബാക്കിൽ ഇരുന്നോളി, ഇൻഷാ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്താ പറഞ്ഞത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകനോടൊപ്പം ഓരം ചേർന്നുകൊണ്ട് നടക്കുമ്പോൾ, ആ വിജനമായ പ്രദേശത്ത് കൂടെ നടന്നു പോകുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ അല്ലാഹുവിന്റെ റസൂലിനെയും വിട്ടുകൊണ്ട് മുമ്പോട്ട് ഓടിപ്പോവുകയാ. അല്ലാഹുവിന്റെ റസൂല് അത്ഭുതത്തോടെ നോക്കുമ്പോ, ഇത്രയും നേരം എന്നോടൊപ്പം സഞ്ചരിച്ച അബൂബക്കർ എന്നെ വിട്ടുകൊണ്ട് മുമ്പോട്ട് ഓടിപ്പോവുകയാ. എവിടെ പോവുകയായിരിക്കും ഈ അബൂബക്കർ? കുറെ സമയം കഴിഞ്ഞു ഓടിക്കതച്ചുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടി വന്നു. കുറച്ച് സമയം മുമ്പോട്ട് നടന്നു, പിന്നെ പിന്നിലേക്ക് ഓടിപ്പോയി. കുറെ സമയം കഴിഞ്ഞപ്പോ പിന്നെയും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഓടി വന്നു. ഇതിങ്ങനെ ആവർത്തിക്കുമ്പോ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാകുന്ന കാരണത്താലാ ഓടിപ്പോയത്. റസൂലുള്ള ചോദിക്കുന്നു, അബൂബക്കറെ, എന്തിനാ എന്നെയും വിട്ട് നീ ഓടിപ്പോകുന്നത്? എന്നോടൊപ്പം സഞ്ചരിക്കാൻ പ്രയാസമാണോ? എന്നോടൊപ്പം സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണോ? എന്തിനാ അബൂബക്കറെ എന്നെയും വിട്ടുകൊണ്ട് ഓടിപ്പോകുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു തആല അൻഹു പറയുകയാ യാ റസൂലല്ലാഹ്, കരഞ്ഞുകൊണ്ട് പറയുന്നു യാ ഹബീബല്ലാഹ്, എന്റെ പുന്നാര നബിയല്ലയോ അങ്ങ്, ഏഴാകാശവും കടന്നുപോയ പ്രവാചകരെ, ഏഴാകാശവും കടന്നുപോയ പ്രവാചകരെ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് കടന്നുപോയ പ്രവാചകരെ, അങ്ങയുടെ പരിശുദ്ധമായ പാദമുണ്ടല്ലോ, പ്രകാശത്താൽ പടയ്ക്കപ്പെട്ട മലക്കിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഏരിയയിൽ കടന്നു ചെന്ന പ്രവാചകരെ, അങ്ങയുടെ പരിശുദ്ധമായ പാദമുണ്ടല്ലോ, ആ കാലിൽ ഒരു മുള്ളു തട്ടാൻ പാടില്ല, ആ കാലിൽ ഒരു കല്ല് തട്ടാൻ പാടില്ല, ആ കാലിൽ ഒരു നജസ് പറ്റാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ലോകത്തിന്റെ പ്രകാശമാകുന്ന റഹ്മത്തുൽ ലിൽ ആലമീനാകുന്ന അങ്ങ് മുന്നോട്ട് നടന്നു വരുന്ന വഴിയില് ഞാൻ മുന്നോട്ട് ഓടി ഓടി പോയിട്ട് എല്ലാ കല്ലുകളും മുല്ലുകളും നജസുകളും എല്ലാം വൃത്തിയാക്കിയിട്ട് എന്റെ അനുരാഗ രാജകുമാരന് നടന്നു വരാനുള്ള വഴി ഞാൻ ക്ലിയറാക്കുകയാ യാ റസൂലല്ലാഹ്. എത്ര വലിയ സ്ഥാനമാ സഹോദരങ്ങളെ അബൂബക്കറിന്റെ മനസ്സിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്. പിന്നെന്തിനാ നീ പുറയിലോട്ട് ഓടിപ്പോയത് അബൂബക്കറെ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ഓടിപ്പോയത് മറ്റൊന്നും കൊണ്ടല്ല, ഏതെങ്കിലും ശത്രുക്കൾ പിന്നിലൂടെ അങ്ങേ ആക്രമിക്കാൻ കടന്നു വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാ ഞാൻ പിന്നിലേക്ക് കടന്നു പോയതെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മുടെ സ്നേഹം ആരോടാ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കണ്ണൂർ സിറ്റിയിൽ ഡീഗോ മറഡോണ വന്നപ്പോൾ അവിടുത്തെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഡീഗോ മറഡോണ വന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. അതിന്റെ തൊട്ടുടനെ തന്നെ എനിക്ക് അവിടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ആ ഡീഗോ മറഡോണയെ കാണാൻ വേണ്ടി കൊല്ലത്ത് നിന്ന് വണ്ടി കയറിയ ചെറുപ്പക്കാരുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറിയ ചെറുപ്പക്കാരുണ്ട്. ദൈവത്തിന്റെ കൈയുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ഡീഗോ മറഡോണയുടെ ആ അഭ്യാസം ഒന്ന് കാണാൻ പോയ ആളുകളെ, നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? എറണാകുളത്ത് ഷാറൂഖ് ഖാൻ വന്നപ്പോ പോയ ചെറുപ്പക്കാരാ, കരുനാഗപ്പള്ളിയിൽ പല ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇട്ട താരങ്ങൾ അണിനിരക്കുമ്പോ അവരെ ഒന്ന് കാണാൻ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, ആരൊക്കെ ഉടുപ്പ് വലിച്ചു പൊട്ടിച്ചാലും കുഴപ്പമില്ല, എന്റെ ഇട്ടതാരത്തിന്റെ ഒരു ചിത്രം എടുക്കാൻ മൊബൈൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ചിത്രം എടുക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്ന പൊന്നുമോന്, അവരൊക്കെ നരകക്കൊള്ളികളാടാ, അവരൊക്കെ നരകക്കൊള്ളികളാടാ. ആ നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമ്പോൾ അവരെ സ്നേഹിച്ചവരെയും കൂടെ ഉണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കണ്ടുപഠിച്ചോ പൊന്നുമോനെ, ഹബീബായ പ്രവാചകനെ ഇട്ടം വച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന പ്രവാചകന്റെ പ്രണയതീരത്ത് കൂടി സഞ്ചരിച്ച സഹാബിമാരിൽ പ്രമുഖനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു പോകുമ്പോ നബിയെ, അങ്ങേ ആക്രമിക്കാൻ ആരെങ്കിലും പിന്നിലൂടെ വരുന്നുണ്ടോ എന്നറിയാ. ഞാൻ പിന്നിലേക്ക് ഓടിപ്പോയി നോക്കിയതായ റസൂലല്ലാഹ്. കുറെ മുമ്പോട്ട് പോയി അങ്ങനെ കുറെ സഞ്ചരിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ഇവിടെ ഇരുന്നായിരുന്നു കുഴപ്പമില്ല, നസ്താന്മാരൊക്കെ വെള്ളമൊഴിച്ച് ഞാൻ കുഴിച്ചാല് എന്റെ തൊണ്ടയുടെ മാറും. അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മളെക്കാളെ വലിയ വലിയ ശിഷ്യന്മാരുടെ അവിടുത്തെ ദറസ് അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. നല്ല നാഫിയാന്റെ ദർസ് നടത്താനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കറെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എന്റെ കാല് മുറിഞ്ഞിട്ടുണ്ട്, നീര് കെട്ടിയിട്ടുണ്ട്, എനിക്ക് വേദനയാവുന്നുണ്ട്, എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരുന്ന് കുറച്ച് വിശ്രമിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞില്ല. അതൊരു അനുരാഗിയുടെ ഭാഷയല്ല, അതൊരു അനുരാഗിയുടെ ഭാഷയല്ല. എനിക്ക് വയ്യ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്? അല്ലയോ യാ റസൂലല്ലാഹ്, ഈ അബൂബക്കറിന്റെ ചുമരിൽ കേറൂ യാ റസൂലല്ലാഹ്. ഈ അബൂബക്കറിന് ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ പേടിക്കണ്ട യാ റസൂലല്ലാഹ്, എന്റെ തോളിലേക്ക് കേറൂ യാ
റസൂലല്ലാഹ്, ഞാൻ എടുത്തുകൊണ്ട് നടക്കാം യാ ഹബീബല്ലാഹ്. ചെറിയ മക്കളെ കുട്ടികളെ ഉപ്പമാരുമ്മമാരൊക്കെ എടുത്ത് വെക്കുന്നത് പോലെ ആരംഭപ്പൂവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേച്ച് നടന്നു പോയ അനുരാഗിയാകുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കുറെ മുമ്പോട്ട് പോയപ്പോൾ ഒരു ഗുഹ കാണുകയും ചരിത്രം എല്ലാവർക്കും അറിയാം. ഗുഹ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവിടെ വിശ്രമിക്കാം. പ്രവാചകനെ അവിടെ വിരുത്തി കടന്നുപോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നുപോയതും ഹോളുകളൊക്കെ കണ്ടതും ആ ഹോളുകൾ അവസാനം അടയ്ക്കാൻ സാവസ്തുയില്ലാതെ വന്നപ്പോൾ, ശീലയില്ലാതെ വന്നപ്പോൾ തള്ളവരൽ കൊണ്ട് അടച്ചു പിടിച്ചതും അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ കടന്നു വരണം, എല്ലാം റെഡിയാണെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നതും ഹബീബായ പ്രവാചകന്റെ പരിശുദ്ധമായ മുബാറക്കായ ശിരസ് ആ മടിത്തട്ടിലേക്ക് വെച്ച് കടന്നതും പ്രവാചകൻ ഉറങ്ങിപ്പോയതും പാമ്പ് വന്ന് കൊത്തിയതും ഒക്കെ നമുക്കറിയാം. ഞാനൊരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറഞ്ഞു തരട്ടെയോ? ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന വിഷയവാ. അറിയുമോ സഹോദരങ്ങളെ, ആ പാമ്പിന്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്. ആ പാമ്പിന്റെ കടിയേറ്റുകൊണ്ട് ഒരു പ്രണയത്തിന്റെ പ്രതിബിംബം കരഞ്ഞു എങ്കിൽ ആ പാമ്പ് കടിച്ചത് എന്തിനാണെന്നറിയുവോ? ആ പാമ്പിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നറിയുവോ? മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ കഴിവുകളുള്ള പ്രവാചകരല്ലയോ? ഉറുമ്പുകളുടെ അടക്കം സംസാര ഭാഷകളും അവരുടെ കമ്മ്യൂണിക്കേഷനും അറിയാൻ അള്ളാഹു കരുത്തു കൊടുത്ത പ്രത്യേകം പവറുള്ള പ്രവാചകരല്ലയോ? അവിടുത്തെ സദസ്സിൽ പക്ഷികളുണ്ട്, അവിടുത്തെ സദസ്സിൽ മനുഷ്യന്മാര് മാത്രമല്ല, ജിന്നുകളുണ്ട്, പാമ്പുകളുണ്ട്, പക്ഷികളുണ്ട്, നാൽക്കാലികളുണ്ട്, പല ജീവികളും ആ സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുക്കുകയാ. അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുകയാ, ഹബീബായ പ്രവാചകനെ കുറിച്ച് വർണ്ണിക്കുകയാ. ആ പ്രവാചകന്റെ വ്യക്തിപ്രഭാവത്തിന്റെ പ്രോജ്വല പ്രഭയെ കുറിച്ച് ആ സദസ്സിൽ പറയുകയാ. ആ സദസ്സിൽ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാമ്പ്, ആ പാമ്പ് വല്ലാതെ ഇങ്ങനെ ചലിക്കുകയാ. എന്താ പാമ്പേ നീ, നിനക്കൊരു വിഷമം? എന്താ പാമ്പേ നീ വല്ലാതെ ഇങ്ങനെ ഒരു അസ്വസ്ഥത നിന്റെ ശരീരത്തില്? ആ പാമ്പ് ഇടഞ്ഞ് മുന്നോട്ട് കടന്നു വന്നു കണ്ട് മഹാനായ സുലൈമാൻ നബിയോട് പറയുകയാ, അല്ലയോ പ്രവാചകരെ, അവസാന കാലഘട്ടത്തിൽ വരാനുള്ള ലോകത്തിന് മുഴുവനെയും പടയ്ക്കാൻ കാരണക്കാരനായ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രണയത്തെ കുറിച്ച് പറയുമ്പോ എന്റെ ഹൃദയത്തിൽ അത് വല്ലാതെ തറച്ചുപോയി. പ്രവാചകരെ, എനിക്ക് ആ പ്രവാചകനെ ഒന്ന് കാണാൻ പറ്റുവോ? ആ പ്രവാചകനെ ഒന്ന് കാണാൻ പറ്റുവോ? ആ പാമ്പിന്റെ മനസ്സ് നമുക്കുണ്ടോ സഹോദരങ്ങളെ? ആ പല നാൽക്കാലികളും പ്രവാചകന്റെ മുമ്പിൽ പല നിലക്കുമുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. വൽ വഹ്ശു വൽ ശിജാറു ഖസജദത് ലഹു വഅലൈഹി ഖസല്ലം بعد تشهدي يا رب صل على النبي. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ തുടങ്ങിയതേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൽക്കാലം ഈ പോയിന്റും കൂടെ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ചുരുക്കാം. മറ്റൊരു സമയത്ത് വിശാലമായി കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പാമ്പ് പറയുകയാ, ആ പ്രവാചകരെ എനിക്കൊന്ന് കാണാൻ പറ്റുവോ? ആ പ്രവാചകരെ ഒന്ന് കണ്ടുമുട്ടാൻ പറ്റുവോ? ഉടൻ തന്നെ മഹാനായ സുലൈമാൻ നബി പറയുകയാ, എന്ത് വിഡ്ഢിത്തമാ പാമ്പേ നീ പറയുന്നത്? അത് അവസാന കാലഘട്ടത്തിൽ വരാനുള്ള പ്രവാചകനാ. എത്രയോ വലിയ പ്രയാസം, അതിന് നീ റിസ്ക് എടുക്കേണ്ടി വരും. എന്താണെങ്കിലും ഞാൻ സഹിച്ചുകൊള്ളാം. ആ അനുരാഗത്തിന്റെ രാജകുമാരന് എനിക്ക്
എനിക്കൊന്ന് കാണണം സുലൈമാൻ നബിയെ. അവസാനം ആ പാമ്പിന്റെ ആ നിർബന്ധത്തിൽ വടങ്ങിയിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആ പ്രവാചകൻ അവസാന കാലഘട്ടത്തിൽ എത്രയോ കാലചക്രം കറങ്ങിയതിനു ശേഷം വരാനുള്ള പ്രവാചകനല്ലേ. ആ പ്രവാചകൻ വരുന്ന, പോകുന്ന, ഇരിക്കുന്ന, വിശ്രമിക്കുന്ന സ്ഥലങ്ങള്, കിടക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പാമ്പിന് ഇരിക്കാൻ പറ്റിയ ഒരുപാട് കാലം ഇരിക്കണമല്ലോ. ആ പാമ്പിന് ഇരിക്കാൻ പറ്റിയ ഒരു പ്രദേശം നോക്കുമ്പോൾ അതാ കാണുകയാ പ്രവാചകൻ പിന്നീട് വന്ന് ഇരിക്കാനുള്ള, കിടക്കാനുള്ള ഹോളുകളുള്ള ആ ഒരു ഗുഹ. ആ ഗുഹയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാ. ആ പാമ്പ് ഇഴഞ്ഞു പോവുകയാ. പ്രണയത്തിന്റെ പ്രകമ്പനം മനുഷ്യന്റെ ഹൃദയത്തിൽ മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രണയ തീരത്തോടെ സഞ്ചരിച്ചു പോയിട്ടുള്ളത് കേവലം സഹാബികൾ മാത്രമല്ല. നമ്മുടെ ദിട്ടയിൽ ജീവനില്ല എന്ന് വിചാരിക്കുന്ന പലതും പ്രവാചകനെ പ്രണയിച്ചിട്ടുണ്ട്. അറിയുമോ, ഈന്തപ്പന മടൽ കരഞ്ഞ സംഭവം സമയമില്ല സഹോദരങ്ങളെ. റസൂലുള്ള ചവിട്ടി നിന്ന് ഖുതുബോദിയ മിമ്പറൊന്ന് പുതുക്കി പണിഞ്ഞപ്പോ പഴയ ഈന്തപ്പന ഓലകൾ അതിന്റെ മടലുകൾ മാറ്റിയിട്ടപ്പോ ഖുതുബ ഓതാൻ വേണ്ടി പുതിയ മിമ്പറിലേക്ക് കടന്നു പോയപ്പോ ഒരു കരച്ചില് കേൾക്കുകയാ, ഒരു തേനിക്കരച്ചില് കേൾക്കുകയാ. ആരാ കരയുന്നതെന്നറിയുവോ? കാലത്ത് ഒരുപാട് നാള് ആ പരിശുദ്ധമായ പാദം മൂന്നി നിന്ന് ആ മിമ്പറുണ്ടല്ലോ, ആ മിമ്പറിന്റെ പഴയ കഷ്ണങ്ങളാകുന്ന ആ ഈന്തപ്പന മടലുകളാ കരയുന്നത്. എന്നെ ഒഴിവാക്കിയല്ലേ, എന്നെ മാറ്റിയല്ലേ, ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മടലായിരുന്നു ഞാൻ, എന്നെ മാറ്റിയിട്ടല്ലോ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാഹുവിന്റെ റസൂലിനോട് അനുരാഗത്തിന്റെ പ്രതികരണം നടത്തുമ്പോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് അടങ്ങണേ അടങ്ങണേ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മടൽ കരയുമായിരുന്നു. ഔ കമാ ഖാല റസൂലുള്ളാഹി. ആ പാമ്പഴഞ്ഞു, ഇഴഞ്ഞിഴഞ്ഞ് സുബ്ഹാനല്ലാഹ് ഇഴഞ്ഞു പോവുകയാണ്. എവിടേക്കാണ്? ആ ഗുഹയിലേക്ക്. ആ ഗുഹയിലുള്ള ഹോളിലേക്ക് കടന്നിരിക്കുന്നു. എത്രയോ കാലമാണ് പ്രവാചകനോടുള്ള പ്രണയം കൊണ്ട് ആ പാമ്പ അനുരാഗം ഉള്ളിലൊതുക്കി പ്രതീക്ഷയോടെ കാത്തിരുന്നത്. ആ സുന്ദര സുമോഹന നിമിഷം കടന്നു വന്നപ്പോ എന്തെല്ലാം തടസ്സമുണ്ടായിരുന്നാലോ കൊത്തിപ്പോയില്ലേ സഹോദരങ്ങളെ. ആ പാമ്പിന് അബൂബക്കറിന്റെ പവർ അറിയാത്തത് കൊണ്ടല്ല, ആ പാമ്പ് കൊത്തിയത് അതിനേക്കാളും അപ്പുറത്തുള്ള പ്രണയത്തിന്റെ പ്രതീക്ഷയുടെ സാക്ഷാത്കാരത്തിന്റെ വെമ്പല് കൊണ്ടാ. ആ ഞാൻ കൊത്തുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കണം, സഹോദരങ്ങളെ ചിന്തിക്കണം. ആ പാമ്പ് കൊത്തിയതിന്റെ പിന്നിൽ പ്രണയമാണെങ്കിൽ, ആ പാമ്പിന്റെ കൊത്തലും വിഷയവും വേദനയും ഏറ്റെടുത്തതും പ്രണയമാണെങ്കിൽ, എല്ലാ പ്രകമ്പനങ്ങളും പ്രണയത്തിലാണെങ്കിൽ സഹോദരങ്ങളെ കടന്നു പോകണ്ടയോ? ആ മണലാരുണ്യത്തിലെ മണവാളന്റെ ചാരത്തേക്ക് മനസ്സ് കൊടുക്കണ്ടയോ? തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിബറകതി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ഉറച്ചു ഒരുപാട് അനുരാഗങ്ങൾ ചൊല്ലിയിട്ടുള്ള, ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. വലിയ അനുരാഗത്തിന്റെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ബൈത്താണ്. നല്ല മഹബത്തോടു കൂടി ചെല്ലണം ഇൻഷാ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ ഒന്ന് കാണാൻ അല്ലാഹു ഇതിന്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകുമാറാകട്ടെ. മദീനത്ത് പോകാൻ പോയവർക്ക് വീണ്ടും പോകാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. Allah 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 Maulaya salli wa sallim daiman abada ala habibika imi summa dila an agabi summa dila an
أبي وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولانا الله 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 يا سيدي ارحم لنا يا سيدي ارحم لنا يا سيدي ارحم لنا يا سيدي ارحم لنا الله 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 إن دي حصة يوما إلى أرض الحرام إن دي حصة يوما إلى أرض الحرام بلغ سلامي روضتها بلغ سلامي روضتها فيها النبي المحترم الله 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 من وجهه شمس الضحى من خده بدر الدجى من وجهه شمس الضحى من خده بدر الدجى من ذاته نور الهدى من كفه بحر الحمام الله 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 يا رحمة للعالمين
أنت شفيع المذنبين أكرم لنا يوم الحزين فضلا وجودا والكرام الله 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 الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമ റഹീമായ അല്ലാഹ് കരുണയുള്ള റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ് പടച്ചവനെ അല്ലാഹുവേ രണ്ട് ലോകത്തേക്കും ഗുണപ്പെടുത്തുന്നതാക്കണേ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളിൽ പടച്ചവനെ അല്ലാഹുവേ പാപമെമ്പാടുമുണ്ട് പടച്ചവനെ പാപികളായി ഞങ്ങളെ ഒരാളിനെയും നീ കൊണ്ടുപോകല്ലേ അല്ലാഹ് പടച്ചവനെ അല്ലാഹുവേ സഹായം ചോദിച്ചപ്പോ നല്ല ഇഖ്ലാസോടെ അല്ലാഹുവേ സഹായം തന്നവർ പടച്ചവനെ ഒരു 500 രൂപ അല്ലാതെ സംഭാവന നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വിവിധങ്ങളായ ചെറുതും വലുതുമായ സംഭാവനകൾ തന്ന് സഹായിച്ചിട്ടുണ്ട് നീ അറിയുന്നവനാണ് നീ സ്വീകരിക്കണേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ നീ പൊരുത്തപ്പെടണേ അല്ലാ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ നാഥനായ തമ്പുരാനെ മരണം വരെയും പടച്ചവനെ നിന്റെ ത്വാഅത്തിലാകാൻ നിന്റെ ത്വാഅത്തിലായി ജീവിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ പടച്ചവനെ അല്ലാഹുവേ മരണം വരെയും നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാ പടച്ചവനെ ഒരു കുഞ്ഞിന്റെ സംസാര ശേഷിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അതുപോലെ ഒരു കുഞ്ഞു നടന്നു കിട്ടാൻ അതുപോലെ സഹോദരങ്ങളെ ഒരുപാട് ആളുകൾ ദുആരക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ലാഹുവേ ആ കുഞ്ഞുങ്ങളുടെ വിഷമം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ ആ കുഞ്ഞുങ്ങളുടെ വിഷമം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ പടച്ചവനെ മാതാപിതാക്കളെ ഉമ്മ ഉപ്പ എന്ന് വിളിച്ച് കേൾക്കാനുള്ള തൗഫീഖ് അവർക്ക് നൽകണേ അല്ലാ പടച്ചവനെ നടന്നു കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പല പ്രവർത്തകരും വിദേശത്തുണ്ട് അല്ലാഹുവേ ഒരുപാട് സഹകാരികളും സഹായികളും ഉണ്ട് അവർക്കെല്ലാം ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ പടച്ചവനെ മരണം വരുവോളം അല്ലാഹുവേ അസ്റായിൽ വരുവോളം സുന്നത്ത് ജമാഅത്തിന്റെ മുഖ്ലിസീങ്ങളായ ഖാദിമീങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റണേ അല്ലാ പടച്ചവനെ അല്ലാഹുവേ നാട്ടിലുള്ള എസ്എസ്എഫിന്റെ പടച്ചവനെ സ്വയസിന്റെ എസ്ബിഎസിന്റെ പടച്ചവനെ യുവാക്കൾ ചെറുപ്പക്കാർ കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ എത്ര ഭാഗ്യമുള്ളവരാണ് അവർ ജീവിക്കുന്ന നാട് എത്ര ഭാഗ്യമുള്ള നാടാണ് അവരുടെ കുടുംബം എത്ര ഭാഗ്യമുള്ളവരാണ് അല്ലാഹു അവരെ എല്ലാവരെയും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ ആ മാതാപിതാക്കൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ പടച്ചവൻ ഏതെങ്കിലും മാതാപിതാക്കൾ ആ പ്രവർത്തകരുടെ മരണപ്പെട്ട് ഖബറിലുണ്ടെങ്കിൽ ആ ഖബർ നീ സന്തോഷിപ്പിക്കണേ അല്ലാ ഈ മകന്റെ ഈ പ്രവർത്തനത്തിന് പ്രതിഫലനം ആ ഖബറിൽ നൽകണേ അല്ലാ പടച്ചവനെ മുഴുവൻ മുഖ്ലിസീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ ഏത് കൊടി പിടിക്കുന്നവരാകട്ടെ ഏത് നാട്ടിൽ താമസിക്കുന്നവരാകട്ടെ ഇഖ്ലാസോടെ സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യുന്നവരാണോ മുഴുവൻ ആലിമീങ്ങളുടെ കരങ്ങൾക്കും നീ കരുത്ത് പകരണേ അല്ലാ പടച്ചവനെ വിശിഷ്യ അഹ്ലുസ് സുന്നയുടെ ആഗോള ശബ്ദം മഹാനായ ഖമറുൽ ഉലമ പടച്ചവനെ എപി ഉസ്താദിന് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ ഹിമ്മത്ത് നൽകണേ അല്ലാ ഹിഫ്ള് നൽകണേ അല്ലാ ഹിമായത്ത് നൽകണേ അല്ലാ എല്ലാ നിലക്കുമുള്ള നുസ്റത്തും നൽകണേ അല്ലാ പടച്ചവനെ വന്യരായ ഉസ്താദ് അവറുകൾ മുന്നോട്ട് വച്ചിട്ടുള്ള നോളജ് സിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളെയും അത്ഭുതകരമായി നീ വിജയിപ്പിക്കണേ അല്ലാ പടച്ചവനെ അല്ലാഹുവേ റഈസുൽ ഉലമ അതുപോലെ കൻസുൽ ഉലമ സിറാജുൽ ഉലമ രോഗികളാണ് രോഗമുള്ളവരാണ് പ്രയാസമുള്ളവരാണ് നീ ആഫിയത്ത് നൽകണേ അല്ലാ
പടച്ചവനെ ഞങ്ങളിൽ നിന്നും പലരും വിട പറഞ്ഞു പോയി ഖബറുകളിലാണ്. താജുൽ ഉലമ ഖബറിലാണ്. പടച്ചവനെ അല്ലാഹുവേ ആ ഖബർ നീ സന്തോഷിപ്പിക്കണേ റബ്ബേ. മഹാനായ ഫസോട്ട് തങ്ങൾ ഈ അടുത്ത് വഫാത്തായി. ഖബർ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. പടച്ചവനെ മഹാനായ ശിഹാബ് തങ്ങൾ പടച്ചവനെ നല്ല ഒരു പാത മുന്നോട്ട് വെച്ചൊരു മഹാനായ സയ്യിദായിരുന്നു. അവരുടെ ഖബറും നീ സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ നെല്ലിക്കുത്ത് ഉസ്താദ് ഖബറിലാണ്. പടച്ചവനെ കുണ്ടൂർ ഉസ്താദ് എം എ ഉസ്താദ് ഒരുപാട് സ്വാത്വികരായ ആലിമീങ്ങൾ ഖബറിലാണ്. ആ ഖബറുകളെല്ലാം നീ സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. നാഥനായ തമ്പുരാനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ വിനീതന്റെ ഉസ്താദിന്റെ ഉസ്താദുമാരായ ശംസുൽ ഉലമയും ഇ കെ ഹസൻ ഉസ്താദും ഖബറിലാണ്. അവരുടെ ഖബറുകളും നോക്കത്താ ദൂരത്തോളം പ്രവിശാലമാക്കണേ റബ്ബേ. അവരുടെ മദദും ഹിമായത്തും ഹിഫ്ദും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ വിശ്വാസികളായ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പ്രയാസത്തിലകപ്പെട്ടവർ പലരും അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജയിലറുകളിൽ ഉൾപ്പെടെ അഴികൾക്കുള്ളിൽ അകപ്പെട്ടു പോയ പലരുമുണ്ട്. നീ മോചനം കൊടുക്കണേ റബ്ബേ. പടച്ചവനെ അല്ലാഹുവേ പ്രഭാഷണ കേരളത്തിന് മറക്കാൻ പറ്റാത്ത ശബ്ദം അബ്ദുന്നാസർ മഅദനിക്ക് നീ മോചനം നൽകണേ അല്ലാ. അബ്ദുന്നാസർ മഅദനിക്ക് നീ മോചനം നൽകണേ അല്ലാ. അബ്ദുന്നാസർ മഅദനിക്ക് നീ മോചനം നൽകണേ അല്ലാ. പടച്ചവനെ പൂർണ്ണമോചനത്തോടെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. പൂർണ്ണമോചനത്തോടെ പൂർണ്ണാഫിയത്തോടെ മടങ്ങി വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിന്ന് സമാധാനപൂർണ്ണമായി നിന്റെ ദീനിന് ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മഹാനായ ആത്മീയതയുടെയും അനുരാഗത്തിന്റെയും ഒരുപാട് പ്രകമ്പനങ്ങൾ പടച്ചവനെ ഓരോ സദസ്സുകളിലും സൃഷ്ടിച്ച മഹാനായ ദാരിമി ഉസ്താദ് ഇ കെ ദാരിമി ഉസ്താദ് അല്ലാഹുവേ അവർ ഖബറിലാണ്. പടച്ചവനെ ആ ഖബറും നീ പ്രവിശാലമാക്കണേ അല്ലാ. അവരുടെ എല്ലാ ദുഃഖാറുകളുടെയും മജ്‌ലിസുകളുടെ പ്രതിഫലം പൂർണ്ണമായും ആ ഖബറിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഇജാബത്ത് നൽകണം അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا ارحمهما كما ربونا صغارا رب زدنا علما نافعا آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين.